Hello all. Okay, hello. Okay. So നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു ഫേവർ ലേണിംഗ് ആപ്പ്. സോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിന്റെ ഒരു പാർട്ടാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, സോ അതിലൊരു ടോപ്പിക്സ് ആണ് എടുക്കാൻ പോകുന്നത്. സോ ഇവിടെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ കോൺസെപ്റ്റുകളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, എന്താണ് മാനേജ്മെന്റ്, മീനിങ് എന്താണ്, ഡെഫിനേഷൻ എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്. ഓക്കെ, സോ അതാണ് പറയാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഓരോ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് എന്താണ് മാനേജ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ നമുക്ക് സിംപിളി നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്ത് പോകുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യേണ്ടത് അല്ലെ. സോ മെയിൻ ആയിട്ട് എന്തിനാ ഓർഗനൈസേഷൻ നമ്മൾ റൺ ചെയ്ത് പോകുന്ന സമയത്ത് മാനേജ് ചെയ്യേണ്ടത്, മെയിൻലി ഫോർ അച്ചീവ് ഇൻ ദി ഗോൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ അല്ലെ. എന്താണോ നമ്മളുടെ ഗോള് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇതാണ്. സോ അപ്പൊ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം എന്താണ്. ഫസ്റ്റ് നിങ്ങൾ ഇത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്നൊരു പാർട്ടിലോട്ട് പോകുമ്പോൾ തന്നെ ആദ്യം മാനേജ്മെന്റിന്റെ ഒരു കോൺസെപ്റ്റ് ആദ്യം ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഓരോ ടോപ്പിക്സിലോട്ടും നോക്കാം. ഓക്കെ, സോ മാനേജ്മെന്റ് എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ ക്ലാസ് എടുക്കുന്നതിന് മുന്നേ തന്നെ ഇപ്പൊ നമ്മളിപ്പം ആദ്യം മാനേജ്മെന്റ് എന്താണ്, അതിന്റെ മീനിങ്, നെക്സ്റ്റ് ഡെഫിനേഷൻ, നെക്സ്റ്റ് അതിന്റെ ഫങ്ഷൻസ്, അതിനുശേഷം ഇമ്പോർട്ടൻസ്. സോ അത് കഴിഞ്ഞ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ അത് മെയിൻ ആയിട്ടൊന്ന് ഫോക്കസ് ചെയ്യേണ്ടതാണ്. സോ അതുകൊണ്ട് ക്ലാസ് നന്നായിട്ടൊന്ന് ലിസൺ ചെയ്യുക. ഓക്കെ, ഇതില് അശ്വനി, ഗായു, രമ്യ, ലക്ഷ്മി. ഓക്കെ, സോ ശ്രദ്ധിക്കുക. സോ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിംഗ് റിസോഴ്സസ് ടു അച്ചീവ് സ്പെസിഫിക് ഓർഗനൈസേഷൻ ഗോൾസ് efficiently and effectively. It involves coordinating the efforts of people and utilizing resources to accomplish objectives. In essence, management is about getting things done through others to reach a desired outcome. എന്ന് വെച്ചാൽ ആക്ച്വലി മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, സോ പ്ലാൻ ചെയ്തതിന് ശേഷം എന്താ നമ്മൾ ചെയ്യുന്നത്, നെക്സ്റ്റ് ഓർഗനൈസ് ചെയ്യുന്നു. അതിനുശേഷം പ്ലാൻ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ഒരു ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്യാന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം, ദേ ഹാവ് ടു പ്ലാൻ അല്ലെ. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ മാനേജറുണ്ട്, മാനേജേഴ്സ് ഉണ്ട്, അതിനുശേഷം ഓണർ ഉണ്ട്, ഫസ്റ്റ് അത് മാനേജേഴ്സ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്. സോ അവർ ആദ്യം എന്താ, മാനേജേഴ്സും ഓണേഴ്സും എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തതിന് ശേഷം കറക്റ്റ് ആയിട്ട് എംപ്ലോയീസിന്റെ അടുത്ത് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. സോ അതിനൊരു ഒരു ഷെഡ്യൂൾ ഉണ്ട് അല്ലെ. സോ അപ്പൊ ആദ്യം പ്ലാൻ ചെയ്യുക, അതിനുശേഷം ഓർഗനൈസ് ചെയ്യുക, നെക്സ്റ്റ് ഡയറക്റ്റ് ചെയ്യുക, അതിനുശേഷം കൺട്രോൾ ചെയ്യുക. എന്തൊക്കെ റിസോഴ്സസ് ഒക്കെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈക്ക് ഹ്യൂമൻ, അതേപോലെ ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ, ഇതൊക്കെയാണ് റിസോഴ്സസിൽ വരുന്നത്. ഓക്കെ, സോ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് വെച്ചാൽ ഫോർ ദ പർപ്പസ് ഓഫ് അച്ചീവിങ് സ്പെസിഫിക് ഓർഗനൈസേഷൻ ഗോൾസ്. ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് വന്നിട്ട് സ്പെസിഫിക് ആയിട്ട് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇതൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഫുൾ റിസോഴ്സസ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ടു അച്ചീവ് സ്പെസിഫിക് ഓർഗനൈസേഷൻ ഗോൾസ് എഫിഷ്യൻലി ആൻഡ് എഫക്റ്റീവ്ലി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മെയിൻ ആയിട്ട് അവിടെ എന്തൊക്കെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇറ്റ് ഇൻവോൾവ്സ് കോർഡിനേറ്റിംഗ് ദ എഫേർട്സ് ഓഫ് പീപ്പിൾ. ഒരു പീപ്പിളുടെ ഫുൾ ആയിട്ട് അവരുടെ എഫേർട്സ് വേണം. ബിക്കോസ് ഒരു ഓർഗനൈസേഷൻ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യണം, പീപ്പിൾസ് വളരെ എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും വർക്ക് ചെയ്യണം. സോ അവിടെ എന്താ ഇപ്പൊ മീൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇൻവോൾവ്സ് കോർഡിനേറ്റിംഗ് ദ എഫേർട്സ് ഓഫ് പീപ്പിൾ. പീപ്പിളുടെ എഫേർട്സ് ഫുള്ളും കോർഡിനേറ്റ് ചെയ്യുന്ന വെച്ചാൽ വളരെ കോപ്പറേഷനോട് കൂടെ കോർഡിനേറ്റ് ചെയ്ത് എന്നിട്ട് ആ റിസോഴ്സസ് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നന്നായി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ്സ് അക്കംപ്ലിഷ് ചെയ്യാൻ. ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ എന്താ, ഓർഗനൈസേഷൻ എന്താണോ ഗോള്, എന്താണോ എയിം, അത് അറ്റൈൻ ചെയ്യാം. സോ ഇൻ എസെൻസ് മെയിൻ ആയിട്ട് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഈസ് അബൌട്ട് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരിലൂടെ ആ വർക്കുകൾ എന്താണോ അത് കറക്റ്റ് ആയിട്ട് ആ രീതിയിൽ ചെയ്യിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്താണോ ആഗ്രഹിച്ച ഔട്ട്കം നമ്മൾ എന്ത് ചെയ്യുക, അതിലോട്ട് റീച്ച് ചെയ്യുക. ഓക്കെ, സോ അപ്പൊ എന്തൊക്കെയാണ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്ലാൻ ചെയ്യുന്നു, അതിനുശേഷം ഓർഗനൈസ് ചെയ്യുന്നു, നെക്സ്റ്റ് ഡയറക്റ്റ് ചെയ്യുന്നു, നെക്സ്റ്റ് കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഓർഡർ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണേ. എന്തൊക്കെയായിരുന്നു, ഫസ്റ്റ് ഓഫ് ഓൾ പ്ലാനിങ്, നെക്സ്റ്റ് ഓർഗനൈസിങ്, നെക്സ്റ്റ് ഡയറക്റ്റിംഗ്, നെക്സ്റ്റ് കൺട്രോളിങ് ആൻഡ് റിസോഴ്സസ്. റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, ലൈക്ക് ഹ്യൂമൻ,
ഫിനാൻഷ്യൽ, മെറ്റീരിയൽ, ഇതൊക്കെ മെയിൻ ആയിട്ട് ഓർഗനൈസേഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. സോ എന്തിനു വേണ്ടിയിട്ടാണ്? ടു അച്ചീവ് സ്പെസിഫിക്, എന്താണോ ആ ഓർഗനൈസേഷന്റെ ഗോൾസ് അത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും അറ്റൈൻ ചെയ്യാനാണ്. സോ മെയിൻ ആയിട്ട് അവിടെ എന്താ ഇൻവോൾവ് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ കോർഡിനേറ്റ് ചെയ്യുക, പീപ്പിളുടെ എല്ലാ എഫേർട്സ് കോർഡിനേറ്റ് ചെയ്യുക, എന്നിട്ട് റിസോഴ്സസ് നല്ല യൂട്ടിലൈസ് ചെയ്തിട്ട് ഓർഗനൈസേഷന്റെ ഗോൾ അറ്റൈൻ ചെയ്യുക. ഓക്കെ, ഇൻ എസൻസ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്, മറ്റുള്ളവരിലൂടെ ആ തിങ്സ് ചെയ്യിപ്പിക്കുകയാണ് ടു റീച്ച് എ ഡിസൈർഡ് ഔട്ട്കം. ഇതാണ് മാനേജ്മെന്റ്. സിംപ്ലി പറയുകയാണെങ്കിൽ മാനേജ് ചെയ്യുക ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകണം, നല്ല രീതിയിൽ റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്രയും പ്രോസസ്സാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അതെ അതെ രേഷ്മ, വെരി ഗുഡ്. POSDCC എന്നും പറയും. ഓക്കെ, അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, കോർഡിനേറ്റിംഗ്, അതാണ് അതിന്റെ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, രേഷ്മ, രശ്മി, അശ്വതി, ലക്ഷ്മി, രമ്യ, ഗായു, അശ്വിനി, ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് മെയിൻ, ഇപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ മെയിൻ കീ പോയിന്റ്സ് എന്തൊക്കെയാണ് മൈൻഡ് സെറ്റിൽ നിങ്ങൾ മീൻസ് മനസ്സിലാക്കി വെക്കേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മൈൻഡ് സെറ്റിൽ ഓടി എത്തേണ്ടത് എന്തൊക്കെയാണ് മാനേജ്മെന്റിന്റെ മെയിൻ കീ പോയിന്റ്സ് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ആണ് ഇപ്പോൾ പറഞ്ഞത് പ്ലാനിങ്. ഇപ്പം നമ്മളിപ്പം പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് എന്നൊക്കെയാണ് പറഞ്ഞത്. അത് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നു അല്ലെ. സോ അത് നമുക്ക് നോക്കാം. ആക്ച്വലി മാനേജ്മെന്റിന്റെ ഫംഗ്ഷനിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ മാനേജ്മെന്റിന്റെ മീനിങ്, അതിന്റെ കൂടെ ജസ്റ്റ് ആ കീ പോയിന്റ്സ് എന്തൊക്കെയാന്ന് ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ ഒന്ന് ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ മാനേജ്മെന്റ് കീ പോയിന്റ്സ് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ പ്ലാനിങ്. എന്താണ് പ്ലാനിംഗ് എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സെറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഔട്ട്ലൈൻ ദ സ്റ്റെപ്സ്. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ജസ്റ്റ് ആദ്യം എന്ത് ചെയ്തിരിക്കണം? ഒന്ന് സെറ്റ് ചെയ്യണം ഏതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്. അതിനുശേഷം എന്ത് ചെയ്യണം? ഔട്ട്ലൈനിങ് ദ സ്റ്റെപ്സ് നീഡഡ് ടു അച്ചീവ് ദം. സോ ഏതൊക്കെയാണ് സ്റ്റെപ്സ് എന്ന് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സെറ്റ് ദ ഒബ്ജക്റ്റീവ്സ്. ആഫ്റ്റർ ദാറ്റ് ജസ്റ്റ് വി ഹാവ് ടു ഔട്ട്ലൈൻ ഓൾ ദ സ്റ്റെപ്സ് നീഡഡ് ടു അച്ചീവ് ദം. ഒന്ന് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തതിനു ശേഷം ജസ്റ്റ് എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്ന് നോക്കുക, എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ അത് അച്ചീവ് ചെയ്യുക. അതാണ്. അപ്പൊ എന്തായിരുന്നു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ? ഒബ്ജക്റ്റീവ്സ് അത് സെറ്റ് ചെയ്യുക, എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ഒരു ഓർഗനൈസേഷൻ, നമ്മൾ എന്ത് ഗോളിലോട്ടാണ് നമ്മൾ പോകുന്നത്. സോ അതാണ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഒന്ന് ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുക ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഓർഗനൈസിംഗ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഓർഗനൈസിംഗ് എന്താ ഉദ്ദേശിക്കുന്നത്? സ്ട്രക്ചറിങ് റിസോഴ്സ് ആൻഡ് ആക്ടിവിറ്റീസ്. എന്തൊക്കെയാ വെച്ചാൽ, അതായത് റിസോഴ്സസും ആക്ടിവിറ്റീസും എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഒരു സ്ട്രക്ചർ ഫോമിലായിരിക്കണം. ഇപ്പോൾ വട്ടവർ ഇറ്റ് ഈസ്, ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യുന്ന പോകുന്ന സമയത്ത് ഫോർമൽ ആയിട്ട് ഒരു സ്ട്രക്ചേർഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക, ഒരു ഷെഡ്യൂളായിരിക്കും പോകുക, ഒരു ഓർഡറിൽ. അതേപോലെ എന്തൊക്കെ റിസോഴ്സ് ആണ്, ആക്ടിവിറ്റീസ് എന്നൊക്കെ കറക്റ്റ് സ്ട്രക്ചർ ചെയ്യുക, എന്ന് വെച്ചാൽ ഓർഡർ ചെയ്യുക. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലാൻ ചെയ്യുന്നതിന് ഒന്നുകൂടെ ബെസ്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അതാണ് ഫോർ ദ പർപ്പസ് ഓഫ് സ്ട്രക്ചറിങ് ദീസ് റിസോഴ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ഇറ്റ് ഈസ് ടു ബെസ്റ്റ് സപ്പോർട്ട് ദി പ്ലാൻ ഓൾസോ. നമ്മളിപ്പോൾ കറക്റ്റ് ആയിട്ട് റിസോഴ്സസും ആക്ടിവിറ്റീസും സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ ബെസ്റ്റ് ആയിട്ട് ആ പ്ലാന് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഓർഗനൈസിംഗിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഒബ്ജക്റ്റീവ്സ് ഒന്ന് സെറ്റ് ചെയ്യുക, അതിനുശേഷം ആ ജസ്റ്റ് സ്റ്റെപ്സും കാര്യങ്ങളും ഫോളോ ചെയ്യുക അച്ചീവ് ചെയ്യാൻ. സോ അതാണ് സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഔട്ട്ലൈൻ ദി സ്റ്റെപ്സ് നീഡഡ് ടു അച്ചീവ് ദ. സോ ആഫ്റ്റർ ദാറ്റ് നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്തൊക്കെയാണോ റിസോഴ്സസും ആക്ടിവിറ്റീസും പറഞ്ഞാൽ ഫുൾ ആയിട്ടൊന്ന് സ്ട്രക്ചർ ചെയ്യുക, എന്നിട്ട് അതിന് എന്ത് ചെയ്യുക? ആ പ്ലാൻ ജസ്റ്റ് ബെസ്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്ത് ഇത് യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആണ് ഡയറക്റ്റിംഗ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഡയറക്റ്റിംഗ് ഉദ്ദേശിച്ചത് വെച്ചാൽ, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ഇപ്പൊ നമ്മൾ ബെസ്റ്റ് ഇപ്പോൾ ഓർഗനൈസേഷൻ റൺ ചെയ്യാന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് നമുക്ക് എന്താ വേണ്ടത്? ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ നിങ്ങളൊരു ഓണറാണ്, ഞാനൊരു എംപ്ലോയി ആണ്. സോ ആസ് എ ഓണർ, ഒരു ഞാൻ ഒരു എംപ്ലോയി ആണ്. അപ്പൊ നിങ്ങൾ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ എനിക്ക് കറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളും എനിക്ക് പ്രൊവൈഡ് ചെയ്യണം, എന്നെ മോട്ടിവേറ്റ് ചെയ്യണം. സോ അപ്പൊ എനിക്ക് എന്താണ് ഒന്നും കൂടെ ജസ്റ്റ് നല്ല എഫേർട്ടോട് കൂടെ എൻകറേജ്മെന്റ് കൂടെ കറേജസ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഡയറക്റ്റിംഗ് എന്ന് വെച്ചാൽ ലീഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ്. ആക്ച്വലി ആ ഇൻഡിവിജ്വൽസിന് നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും ഡയറക്ഷൻസ് കൊടുക്കുക, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ഇൻഡിവിജ്വലെ മോട്ടിവേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ആ ഗോൾ വന്നിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ലീഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദ ഇൻഡിവിജ്വൽ. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ വർക്ക് ടുവേർഡ്സ് എ കോമൺ ഗോൾ. ആ കോമൺ ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ലീഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദ പീപ്പിൾ ഓർ ഇൻഡിവിജ്വൽ ടു വർക്ക് ടുവേർഡ്സ് എ കോമൺ ഗോൾ. ഓക്കെ, നെക്സ്റ്റ് ആണ് കൺട്രോളിംഗ് ആണ്. കൺട്രോളിംഗ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് പ്രോഗ്രസ്, എന്തൊക്കെയാണ് ഡെവലപ്മെന്റ്, ജസ്റ്റ് എന്ത് ചെയ്യുക? മോണിറ്റർ ചെയ്യുക. മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ അസസ് ചെയ്യുക. ഓക്കെ,
അനലൈസ് ചെയ്യുക, എവാലുവേറ്റ് ചെയ്യുക, എന്തൊക്കെ പ്രോഗ്രസ് ആണ് ഉള്ളത്. സോ നമുക്കിപ്പം മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തെങ്കിലും ആക്ഷൻസ് എടുക്കണോ, എവിടെയെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ചെയ്യണോ എന്നുള്ളത്. സോ അതാണ് മോണിറ്റർ, എന്തൊക്കെയാണ് പ്രോഗ്രസ്, എങ്ങനെയൊക്കെയാണ് ഡെവലപ്മെന്റ് ഉണ്ടെന്ന് ആദ്യം ജസ്റ്റ് നോക്കുക. അതിനുശേഷം പെർഫോമൻസ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, എവാലുവേറ്റ് ചെയ്യുക. അതിനുശേഷം ഇപ്പൊ മേ ബി ആക്ച്വലി വൈൽ എവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് ഇൻ ദ ഓർഗനൈസേഷൻ മേ ബി സം അഡ്ജസ്റ്റ്മെന്റ് ഈസ് നീഡഡ്. ഓക്കെ, ആക്ച്വലി ഒരു എംപ്ലോയീസിന്റെ പെർഫോമൻസ് നമ്മൾ ഓർഗനൈസേഷൻ അനലൈസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ചിലപ്പോൾ നീഡഡ് ആയിരിക്കാം. സോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക. ഓക്കെ, അതാണ് കൺട്രോളിങ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും എന്തൊക്കെയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന്. ഓക്കെ, സോ അതാണ് ഉദ്ദേശിക്കുന്നത് മോണിറ്ററിംഗ് പ്രോഗ്രസ്. And also we have to evaluate the performance also. Just after that make the adjustment as needed. Okay, needed ആണെങ്കിൽ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, മീൻസ് അഡ്ജസ്റ്റ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുക. സോ എന്തൊക്കെയായിരുന്നു അപ്പൊ കീ പോയിന്റ്സ് ഓഫ് മാനേജ്മെന്റ്? ഫസ്റ്റ് ഓഫ് ഓൾ പ്ലാനിങ്, നെക്സ്റ്റ് ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഓക്കെ, സോ അപ്പം എന്തൊക്കെയായിരുന്നു മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊക്കെയാ, പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ഓൾ ദി റിസോഴ്സസ് ലൈക്ക് ഏതൊക്കെയായിരുന്നു, ഹ്യൂമൺ, ഫിനാൻഷ്യൽ, മെറ്റീരിയൽ. സോ എന്തിനു വേണ്ടിയിട്ടാണ്, ഓർഗനൈസേഷൻ ഗോൾ വളരെ എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഫോർ ദ പർപ്പസ് ഓഫ് അച്ചീവിംഗ് ദ ഗോൾസ് എഫിഷ്യന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി we need the coordination of people also, and also we have to utilize the resources properly, then only we can able to accomplish the objectives easily. Okay, so എന്തൊക്കെയാ key points എന്ന് വെച്ചാൽ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഓക്കെ, ഓക്കെ, രശ്മി, രേഷ്മ, അശ്വതി, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡെഫിനിഷൻസും കാര്യങ്ങളും നോക്കുന്നതിന് മുന്നേ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. അതിന് മുന്നേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. മാനേജ്മെന്റ് എന്താന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരിലൂടെ അത് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യിപ്പിക്കുകയാണ്. അത് ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യുന്ന പോകുന്ന സമയത്ത് നിങ്ങൾ ഓണറും ഞാൻ എംപ്ലോയിയും, അപ്പൊ ഒരു ഓണർ എംപ്ലോയീസിനെ കൊണ്ട് ആ വർക്ക് ചെയ്യിപ്പിക്കുകയാണ് അല്ലെ. സോ അതിൽ എന്താണ് മാനേജ്മെന്റ് എന്നുള്ളത് ഒരു ആർട്ടാണ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരോട് നമ്മൾ ചെയ്യിപ്പിച്ച ഗോൾ അറ്റൈൻ ചെയ്യുന്നു. സോ വാട്ട് ഈസ് മാനേജ്മെന്റ്? ഇറ്റ് മീൻസ് മാനേജ്മെന്റ് ഈസ് എ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരോട് നമ്മൾ അത് എന്ത് ചെയ്യുന്നു, ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആക്ച്വലി എ മാനേജർ ഇൻ എ കമ്പനി എൻഷുവേഴ്സ് ദാറ്റ് എ ടീം കംപ്ലീറ്റ് എ പ്രോജക്റ്റ് ഓൺ ടൈം ബൈ അസൈനിങ് റോൾസ്, ട്രാക്കിംഗ് പ്രോഗ്രസ് ആൻഡ് സോൾവിംഗ് പ്രോബ്ലംസ്. ദാറ്റ് മീൻസ് എന്ന് വെച്ചാൽ ഒരു കമ്പനിയിലെ മാനേജർ ഇപ്പൊ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ എ മാനേജർ ഇൻ എ കമ്പനി എൻഷുവേഴ്സ് ദാറ്റ് എന്ന് വെച്ചാൽ ഒരു മാനേജർ കമ്പനിയിൽ ആദ്യം എന്ത് ചെയ്തിരിക്കണം വെച്ചാൽ ഉറപ്പ് വരുത്തിയിരിക്കണം എ ടീം കംപ്ലീറ്റ് എ പ്രോജക്റ്റ് ഓൺ ടൈം. അതായത് ഇപ്പൊ നമ്മൾ ഒരു ടീമിന് ഒരു വർക്ക് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അവർ ആ സമയത്തിന് എന്ത് ചെയ്തിരിക്കണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതാണ് എ ടീം കംപ്ലീറ്റ് എ പ്രോജക്റ്റ് ഓൺ ടൈം. ഒരു ടൈമിന് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സോ ആക്ച്വലി എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് എന്താ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു അസൈൻ സർട്ടൻ റോൾസ് ലൈക്ക് ദാറ്റ്. റോൾസ് കൊടുക്കുക, അതേപോലെ പ്രോഗ്രസ് എന്തൊക്കെയാണ് ട്രാക്ക് ചെയ്യുക. ജസ്റ്റ് നമ്മളിപ്പം റോൾസ് അലോട്ട് ചെയ്തിട്ട് അങ്ങനെ പോവല്ല, പ്രോഗ്രസ് ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, മാറ്റങ്ങളുണ്ടോ, എന്തെങ്കിലുമൊക്കെ അസസ് ചെയ്യാൻ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടോ. അപ്പൊ നമ്മൾ കൺട്രോളിംഗിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തല്ലോ, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. അതേപോലെ ട്രാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ എന്ന്. സോ ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു സോൾവ് ദ പ്രോബ്ലംസ് ഓൾസോ. ഓക്കെ, സോ എന്തായിരുന്നു എക്സാമ്പിൾ, ഒരു കമ്പനിയിലെ മാനേജർ എപ്പോഴും ഉറപ്പ് വരുത്തിയിരിക്കണം. അതാണ് മാനേജർ ഇൻ എ കമ്പനി എൻഷുവേഴ്സ് ദാറ്റ്. എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പ് വരുത്തുക. എന്താ ഉറപ്പ് വരുത്തേണ്ടത്? എ ടീം കംപ്ലീറ്റ് എ പ്രോജക്റ്റ് ഓൺ ടൈം. ആ ടീം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, പ്രോജക്റ്റ് ടൈമിന് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. സോ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നത് ഉറപ്പ് വരുത്താം? ത്രൂ ഓർ ബൈ അസൈനിങ് റോൾസ്. അവർക്ക് സെർട്ടൻ റോൾസ് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ ആ റോൾസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രോഗ്രസ് ഉണ്ടെന്ന് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിലൂടെ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ഓക്കെ, ഇതാണ് എക്സാമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം എന്തൊക്കെയാണ് ഡെഫിനിഷൻ എന്ന് നോക്കാം. ഓക്കെ, സോ ക്ലിയർ? എനി ഡൗട്ട്? ഓക്കെ, നെക്സ്റ്റ് ഡെഫിനിഷൻ നമുക്ക് നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡെഫിനിഷൻ ഓരോന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് ആക്ച്വലി ഞാൻ ഇവിടെ ഒരു 3 ഡെഫിനിഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസ്റ്റ് ആണ് ഹാരോൾഡ് കോൺസ് ആൻഡ് ഹെയ്ൻസ് വെൽറിച്ച്. നെക്സ്റ്റ് FW ടൈലർ. നെക്സ്റ്റ് വൺ പീറ്റർ ഡ്രക്കർ. ഓക്കെ, ഇത് മൂന്നും
ആക്ച്വലി ഓരോ എക്സ്പേർട്സിൻ്റെയും ഡെഫിനിഷൻസ് ആണ്. സോ ആ ഡെഫിനിഷൻസ് ആരുടെയാണ് ഡെഫിനിഷൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് പെട്ടെന്ന് ഈസി ആയിട്ടൊന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം. ഹെറോൾഡ് കൂൺസ് ആൻഡ് ഹെയ്ൻസ് വേർഡീസ് എന്ന് വെച്ചാൽ മാനേജ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിസൈനിങ് ആൻഡ് മെയിൻറ്റെയിനിങ് എൻവയോൺമെന്റ്. ആക്ച്വലി മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഡിസൈൻ ചെയ്യുക, ഒരു എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുക. സോ ഇതിലൂടെ ഇൻഡിവിജ്വൽസ് ഒക്കെ എന്ത് ചെയ്യുക, ടുഗദറായി വർക്ക് ചെയ്യുക, ഗ്രൂപ്പിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ആ എയിംസ് എന്ത് ചെയ്യുക, അക്കംപ്ലിഷ് ചെയ്യുക എന്ന് വെച്ചാൽ അച്ചീവ് ചെയ്യുക. ഓക്കെ, സോ എന്താണ് ഹെറോൾഡ് കൂൺസ് ആൻഡ് ഹെയ്ൻസ് വേർഡീസ് എന്താ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ management is a process of designing and maintaining an environment in which individuals working together in groups efficiently accomplish selected aims. That means management എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് ഡിസൈൻ ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, എൻവയോൺമെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. സോ എൻവയോൺമെന്റ് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആരുടെ ഹെൽപ്പ് ആവശ്യമാണ്, ഇൻഡിവിജ്വൽസ് എല്ലാവരും കൂടെ ടുഗദറായി ഒരുമിച്ച് വർക്ക് ചെയ്യണം ഗ്രൂപ്പ്സ് ആയിട്ട്. ദെൻ ഓൺലി വി ക്യാൻ ഏബിൾ ടു അച്ചീവ് എഫിഷ്യൻ്റ്ലി ദ ഗോൾസ്. ഓക്കെ, സോ എഫിഷ്യൻ്റ്ലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ടഡ് എയിംസ് വന്നിട്ട് അക്കംപ്ലിഷ് ചെയ്യാൻ സാധിക്കും. സോ എന്തായിരുന്നു, മാനേജ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ്, ആക്ച്വലി ഒരു പ്രോസസ് ആണെന്ന് വെച്ചാൽ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്സ് ആണ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ ചെയ്യുക, അതിനുശേഷം ഒരു എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇൻഡിവിജ്വൽസ് എല്ലാവരും കൂടെ ടുഗദറായി വർക്ക് ചെയ്യുക ഗ്രൂപ്പായിട്ട്. ആഫ്റ്റർ ദാറ്റ് എഫിഷ്യൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, വർക്ക് ചെയ്തതിനു ശേഷം ആ സെലക്ടഡ് എയിം അച്ചീവ് ചെയ്യുക. അതാണ് ആസ് പെർ ഹെറോൾഡ് കൂൺസ് ആൻഡ് ഹെയ്ൻസ് വേർഡിച്ചയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് FW ടൈലർ ആണ്. ഓക്കെ, സോ FW ടൈലർ എന്താന്ന് വെച്ചാൽ എന്താ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ മാനേജ്മെന്റ് ഈസ് എ ആർട്ട് ഓഫ് നോയിങ് വാട്ട് യു വാണ്ട് ടു ഡു ആൻഡ് ദെൻ സീയിങ് ദാറ്റ് ഇറ്റ് ഈസ് ഡൺ ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. എന്താണ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ആക്ച്വലി നോക്കുക, വാട്ട് യു വാണ്ട് ടു ഡു, ആദ്യം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കുക, ആൻഡ് ദെൻ സീയിങ് ദാറ്റ്, എന്നിട്ട് അതിനുശേഷം അസസ് ചെയ്യുക, ഇറ്റ് ഈസ് ഡൺ ഇത് വളരെ ബെസ്റ്റ് ആയിട്ടും ചീപ്പായിട്ടും ആ വേയിൽ ചെയ്യുക. ഓക്കെ, സോ എന്തായിരുന്നു FW ടൈലറുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ആർട്ട് ഓഫ് നോയിങ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാനേജ്മെന്റ് ഈസ് ആർട്ട് ഓഫ് ഗെറ്റിംഗ് ദിസ് ഡൺ ത്രൂ അതേഴ്സ്, മറ്റുള്ളവരിലൂടെ അത് ചെയ്യിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ആ വർക്ക്. അതേപോലെ FW ടൈലറുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഈസ് എ ആർട്ട് ഓഫ് നോയിങ് വാട്ട് യു വാണ്ട് ടു ഡു, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആൻഡ് ദെൻ സീയിങ് ദാറ്റ് ആഫ്റ്റർ ദാറ്റ് വാച്ച് ചെയ്യുക, ആ എന്താണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് വളരെ നല്ല ബെസ്റ്റ് ആയിട്ടും ചീപ്പസ്റ്റ് വേയിൽ നല്ല നല്ല രീതിയിൽ ചെയ്യുക. സോ അതാണ് FW ടൈലറുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മേ ബി എക്സാമിന് ഡെഫിനിഷൻ തന്നിട്ട് ഈ ഡെഫിനിഷൻ ആരുടെയാണ് എന്ന് ചോദിക്കുക, അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ആണ് പീറ്റർ ഡ്രക്കറുടെ ഡെഫിനിഷൻ ആണ് മാനേജ്മെന്റ് ഈസ് ഡൂയിങ് തിങ്സ് റൈറ്റ്, ലീഡർഷിപ്പ് ഈസ് ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. ഓക്കെ, മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താ, അതായത് എന്താണോ അവിടെ ഉള്ളതെന്ന് വെച്ചാൽ അത് കറക്റ്റ് ആയിട്ട് രീതിയിൽ ചെയ്യിപ്പിക്കുക, ഈസ് ഡൂയിങ് തിങ്സ് റൈറ്റ്. ലീഡർഷിപ്പ് എന്താ, ഈസ് ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. ആക്ച്വലി എന്ത് ചെയ്യുക, ആ റൈറ്റ് തിങ്സ് ആയിരിക്കും എന്ത് ചെയ്യുക, ചെയ്യിപ്പിക്കുക. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈസ് ഡൂയിങ് തിങ്സ് റൈറ്റ്. മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ആ റൈറ്റ്സുകളും കാര്യങ്ങളും അവരുടെ അവകാശം കാര്യങ്ങളും അത് ചെയ്യുകയാണ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ആ റൈറ്റ് തിങ്സ് ഡൂയിങ് ചെയ്യിപ്പിക്കുകയാണ്. മനസ്സിലായോ? സോ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ആ എന്താണോ തിങ്സ് എന്ന് പറയുമ്പോൾ അത് ചെയ്യിപ്പിക്കാനുള്ള അവകാശം കാണിക്കുകയാണ്. ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, അത് ചെയ്യിപ്പിക്കുകയാണ്. ലീഡർഷിപ്പ് ഈസ് ഡൂയിങ് ദ റൈറ്റ് തിങ്സ്, ആ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. സോ അതാണ് പീറ്റർ ഡ്രക്കറുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഈസ് ഡൂയിങ് തിങ്സ് റൈറ്റ്, ലീഡർഷിപ്പ് ഈസ് ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. ഓക്കെ, സോ ഡെഫിനിഷൻ ബൈ എക്സ്പേർട്സ് ഏതൊക്കെ ഡെഫിനിഷൻസ് ആയിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഹെറോൾഡ് കൂൺസ് ആൻഡ് ഹെയ്ൻസ് വേർഡീസ്, അതേപോലെ നെക്സ്റ്റ് FW ടൈലർ, നെക്സ്റ്റ് പീറ്റർ ഡ്രക്കർ. ഓക്കെ, സോ ഇത്രയും ഡെഫിനിഷൻസ് ആദ്യം മൈൻഡിലുണ്ടായിരിക്കണം. ഓക്കെ, പാർവതി, രേഷ്മ, ലക്ഷ്മി, രശ്മി, അശ്വതി. Okay, Sukanya, is it clear for all? Okay, ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. എന്തൊക്കെയാണ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആക്ച്വലി ഇപ്പൊ നമുക്ക് എന്തായി അണ്ടർസ്റ്റാൻഡ് ആയി കഴിഞ്ഞു, മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഈസ് ക്രൂഷ്യൽ ആണ്. ആക്ച്വലി മാനേജ്മെന്റ് ഒരു ഓർഗനൈസേഷൻ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇപ്പൊ നമ്മൾ റൺ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ
എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ നീഡഡ് ആണ്. സോ ഇറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ സക്സസ് ആൻഡ് ഗ്രോത്ത് ഓഫ് എനി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ സക്സസ്, അതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് മെയിൻലി മാനേജ്മെന്റ് ആണ്. സോ മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഓർഗനൈസേഷന്റെ ഗ്രോത്തിനും സക്സസിനും. സോ അതാണ് മാനേജ്മെന്റ് ഈസ് ദ ക്രൂഷ്യൽ ഫോർ ദ സക്സസ് ആൻഡ് ഗ്രോത്ത് ഓഫ് എനി ഓർഗനൈസേഷൻ. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ്, സോ ഇതിലൂടെ ആദ്യം എന്താ ഉറപ്പ് വരുത്തേണ്ടതെന്ന് വെച്ചാൽ റിസോഴ്സസ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക, അതേപോലെ ഗോൾസ് അച്ചീവ് ചെയ്യുക, അതേപോലെ എംപ്ലോയീസ് വളരെ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുക ടുഗദർ ആയിട്ട്. ഓക്കെ, സോ എന്തായിരുന്നു മാനേജ്മെന്റ്? മാനേജ്മെന്റ് ഈസ് ക്രൂഷ്യൽ ഫോർ ദ സക്സസ് ആൻഡ് ഗ്രോത്ത് ഓഫ് എനി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ നെസസറി ആണ് ഓർഗനൈസേഷന്റെ സക്സസിനും ഗ്രോത്തിനും. സോ അതിലൂടെ എന്താ ഉറപ്പ് വരുത്തേണ്ടതെന്ന് വെച്ചാൽ ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് റിസോഴ്സസ് വളരെ രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. സോ അതിലൂടെ എന്ത് ചെയ്യുക? ഗോൾസ് അച്ചീവ് ചെയ്യുക, അതിലൂടെ എംപ്ലോയീസ് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, സോ ഇതിപ്പോൾ മാനേജ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ തന്നെ എപ്പോഴും ഗോൾസ് അച്ചീവ് ചെയ്യുക, പീപ്പിൾസ് എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുക അങ്ങനെ മീൻ ചെയ്യരുത്. നമ്മൾ ഓരോ കോൺസെപ്റ്റ് ഓരോന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കണം. ഓക്കെ, സോ മെയിൻ ആയിട്ട് ബേസിക് ആയിട്ടുള്ളതാണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് മാനേജ്മെന്റ്. സോ അതുകൊണ്ടാണ് ഇറ്റ് ഈസ് വെരി ക്രൂഷ്യൽ ഫോർ ദ സക്സസ് ആസ് വെൽ ആസ് ഗ്രോത്ത് ഓഫ് എനി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ സക്സസ് ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഗുഡ് മാനേജ്മെന്റ്. സോ ദാറ്റ്സ് വൈ മാനേജ്മെന്റ് ഈസ് വെരി ക്രൂഷ്യൽ. മനസ്സിലായോ? ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ്, സോ അതിലൂടെ എന്ത് ഉറപ്പ് വരുത്തണം എന്ന് വെച്ചാൽ റിസോഴ്സസ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. സോ ഗോൾസ് അതേപോലെ എന്ത് ചെയ്യുക? അച്ചീവ് ചെയ്യുക, എംപ്ലോയീസ് എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുക. സോ മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സക്സസ് ആസ് വെൽ ആസ് ഗ്രോത്ത് ഓഫ് എനി ഓർഗനൈസേഷൻ. ഇറ്റ് എൻഷുവേഴ്സ് ആണ്, ഇതിലൂടെ ഉറപ്പ് വരുത്താം റിസോഴ്സസ് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക, ഗോൾസ് അച്ചീവ് ചെയ്യുക, എംപ്ലോയീസ് എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് ആണ് അച്ചീവിങ് ഓർഗനൈസേഷണൽ ഗോൾസ് എന്ന് വെച്ചാൽ മാനേജ്മെന്റ് മെയിൻ ആയിട്ട് എന്തിനാ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ക്ലിയർ ഗോൾസ് എന്ത് ചെയ്യാനാണ്? സെറ്റ് ചെയ്യാനാണ്. ഓക്കെ, ക്ലിയർ ഗോൾസ് സെറ്റ് ചെയ്യുക, അതേപോലെ ഗൈഡ് ചെയ്യുക, എങ്ങനെ എന്തൊക്കെ എഫേർട്സ് ആണ് ആക്ച്വലി നമ്മൾ നോക്കേണ്ടത് ഒരു ഗോൾ എഫിഷ്യൻ്റ് ആയിട്ട് അറ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ. അതാണ് മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ സെറ്റിംഗ് ക്ലിയർ ഗോൾസ്. മാനേജ്മെന്റ് എന്തിനാ ഹെൽപ്പ് ചെയ്യണേ പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യാനാണ്. അതേപോലെ ഗെറ്റിംഗ് എഫേർട്സ്, വളരെ എഫേർട്ട് എല്ലാം എടുത്ത് എന്ത് ചെയ്യുക? എഫിഷ്യൻ്റ് ആയിട്ട് ഗോൾ അച്ചീവ് ചെയ്യുക. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ അച്ചീവിങ് ഓർഗനൈസേഷൻ ഗോൾസ്. ഓർഗനൈസേഷന്റെ ഗോൾ എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. സോ മാനേജ്മെന്റ് മെയിൻ ആയിട്ട് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ സെറ്റിംഗ് ക്ലിയർ ഗോൾസ്. ഒരു ക്ലിയർ ഗോൾ സെറ്റ് ചെയ്യാൻ മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? ഗൈഡ് ചെയ്യുകയാണ്. സോ ഗൈഡ് ചെയ്തിട്ട് അതിനാ എഫേർട്ട് എല്ലാം കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യാം? എഫിഷ്യൻ്റ് ആയിട്ട് അച്ചീവ് ചെയ്യുക. സോ മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ, മാനേജ്മെന്റ് എന്തിനാ ഹെൽപ്പ് ചെയ്യണേ പറഞ്ഞാൽ ക്ലിയർ ഗോൾസ് സെറ്റ് ചെയ്യാനാണ്. അതേപോലെ ഗൈഡ് ചെയ്യുക, ഗൈഡിങ് എഫേർട്സ് ടുവേർഡ്സ് അച്ചീവിങ് ദം എഫിഷ്യൻ്റ്. വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ ഇവരെ ഗൈഡ് ചെയ്യുക. ഓക്കെ, സോ അച്ചീവിങ് ഓർഗനൈസേഷൻ ഗോൾസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു മാനേജ്മെന്റ്? ആക്ച്വലി ഇറ്റ് ഹെൽപ്സ് ഇൻ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യണേ പറഞ്ഞാൽ ക്ലിയർ ഗോൾ സെറ്റ് ചെയ്യാനും അതേപോലെ ഗൈഡൻസും ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക. എന്നിട്ട് ആ എഫേർട്സ് എല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യുക? എഫിഷ്യൻ്റ് ആയിട്ട് ഗോൾ അച്ചീവ് ചെയ്യുക. ഓക്കെ, സോ മെയിൻലി ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് ഫസ്റ്റ് ഓഫ് ഓൾ അച്ചീവിങ് ഓർഗനൈസേഷൻ ഗോൾസ്. നെക്സ്റ്റ് ആണ് എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സ് ആണ്. എന്ന് വെച്ചാൽ ആദ്യം ഉറപ്പ് വരുത്തുക ഒപ്റ്റിമം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടൈം യൂട്ടിലൈസ് ചെയ്യുക, മണി യൂട്ടിലൈസ് ചെയ്യുക. മാൻ പവർ എന്ന് പറയുമ്പോൾ എന്താണ്? പീപ്പിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് മാൻ പവർ എന്ന് വെച്ചാൽ കേട്ടോ. സോ എൻഷുർ ഒപ്റ്റിമം യൂസ് ഓഫ്, എന്തൊക്കെയാണ് ഒപ്റ്റിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത്? ടൈം, മണി, മാൻ പവർ ആൻഡ് മെറ്റീരിയൽസ്. ഒരു വേസ്റ്റേജും ഇല്ലാതെ ഇതൊക്കെ ഒപ്റ്റിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. സോ അതാണ് എൻഷുർ ഒപ്റ്റിമം യൂസ് ഓഫ്. എന്തൊക്കെയാണ് ഒപ്റ്റിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് ടൈം, നെക്സ്റ്റ് മണി, മാൻ പവർ ആൻഡ് മെറ്റീരിയൽസ് വിതൗട്ട് വേസ്റ്റ്. ഒരു വേസ്റ്റേജും ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യുക. അതാണ് എൻഷുർ ഒപ്റ്റിമം യൂസ് ഓഫ് ടൈം, മണി, മാൻ പവർ ആൻഡ് മെറ്റീരിയൽസ് വിതൗട്ട് വേസ്റ്റേജ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി ആണ്. പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യുക, വളരെ കോർഡിനേറ്റ് ചെയ്യുക, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? വർക്കിന്റെ ക്വാളിറ്റിയും ഔട്ട്പുട്ടും ഇൻക്രീസ് ആവുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് പ്രോപ്പർ പ്ലാനിങ് ആൻഡ് കോർഡിനേഷൻ ഇംപ്രൂവ് വർക്ക് ക്വാളിറ്റി ആൻഡ് ഔട്ട്പുട്ട് ഓൾസോ. സോ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്, പ്രോപ്പർ കോർഡിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വർക്കിന്റെ ക്വാളിറ്റിയും ഔട്ട്പുട്ടും അതേപോലെ എന്ത് ചെയ്യും? ഇംപ്രൂവ് ആകും. അതാണ് ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി. ഓക്കെ, നെക്സ്റ്റ് ആണ് മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ആൻഡ് മോട്ടിവേഷൻ ആണ്. എന്ന് വെച്ചാൽ ആക്ച്വലി മാനേജ്മെന്റ് ഒരു ഗുഡ് വർക്ക് എൻവിറോൺമെന്റ് തന്നെ എന്ത് ചെയ്തിരിക്കണം? ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. സോ ഒരു ഗുഡ് വർക്ക് എൻവിറോൺമെന്റ് എന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ഇടത്തിൽ തന്നെ നമ്മൾ ഗുഡ് അറ്റ്മോസ്ഫിയർ ആണ്, ഗുഡ് വർക്കിംഗ് എൻവിറോൺമെന്റ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടീം വർക്കും നമുക്ക് അത് ചെയ്യാൻ എന്തായിരിക്കും? നമുക്ക് വളരെ എൻകറേജ്മെന്റോട് കൂടെ നമുക്ക് ആ വർക്ക് ചെയ്യാൻ സാധിക്കും. സോ എംപ്ലോയീസിന് അതിന് മോട്ടിവേഷൻ ഉണ്ടാകും. സോ അതുകൊണ്ടാണ്
ഇവിടെ പറഞ്ഞിരിക്കുന്നത് മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ആൻഡ് മോട്ടിവേഷൻ ഉദ്ദേശിക്കുന്നത് മാനേജ്മെന്റ് എപ്പോഴും എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, ഒരു ഗുഡ് വർക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക, ടീം വർക്ക് എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക, എംപ്ലോയിനെ എപ്പോഴും എന്ത് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഫോർ അച്ചീവിംഗ് ദി ഗോൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓക്കെ, സോ മാനേജ്മെന്റ് എന്ത് ചെയ്തിരിക്കണം, ഒരു ഗുഡ് ടീം വർക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. സോ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടീം വർക്ക് എൻകറേജ് ചെയ്യാനും എംപ്ലോയീസിന് എപ്പോഴും എന്ത് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, സോ അതാണ് മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ആൻഡ് മോട്ടിവേഷൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് അഡാപ്റ്റിംഗ് ടു ചേഞ്ച് ആണ്. സോ ഓർഗനൈസേഷൻ മെയിൻലി ഇതിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ, ചേഞ്ചസും കാര്യങ്ങളും അതിന് എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, സോ ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ഇതിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ റെസ്പോണ്ട് ടു ചേഞ്ചസ്, എന്തെങ്കിലും ചേഞ്ചസ് ഹാപ്പൻ ചെയ്തിട്ടുണ്ട് ബിസിനസ് എൻവയോൺമെന്റിൽ നിന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അഡാപ്റ്റിംഗ് ടു ചേഞ്ച്, ആ ചേഞ്ചസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അഡാപ്റ്റ് ആവുക. ഓക്കെ, ബിക്കോസ് നമുക്കറിയാം ഇന്നത്തെ കോമ്പറ്റേറ്റീവ് ബിസിനസ് വേൾഡിൽ ആക്ച്വലി എന്ത് ചെയ്യുക, പുതിയ ഇന്നോവേഷൻ, ന്യൂ ടെക്നോളജീസ് എമർജ് ചെയ്യാണ് അല്ലേ. സോ അപ്പോൾ ഓർഗനൈസേഷൻ അത് ആ ചേഞ്ചസ് ആയിട്ട് അഡാപ്റ്റ് ആയിരിക്കണം. സോ അതാണ് ഉദ്ദേശിക്കുന്നത് ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ റെസ്പോണ്ട് ടു ചേഞ്ചസ് ഇൻ ദ ബിസിനസ് എൻവയോൺമെന്റ്. ബിസിനസ് എൻവയോൺമെന്റിൽ വരുന്ന ചേഞ്ചസ് ആയിട്ട് എന്തായിരിക്കണം, അഡാപ്റ്റ് ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലൈക്ക് ടെക്നോളജി ആവാം, മാർക്കറ്റ് ട്രെൻഡ് ആവാം, അങ്ങനെ. അതാണ് അഡാപ്റ്റിംഗ് ടു ചേഞ്ച്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എൻകറേജസ് ഇന്നോവേഷൻ ആണ്. എന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇന്നോവേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ന്യൂ ഐഡിയാസ്, ക്രിയേറ്റിവിറ്റി, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂ ഐഡിയാസ്, ന്യൂ ക്രിയേറ്റിവിറ്റി, അങ്ങനെ. ഓക്കെ, ഇന്നോവേഷൻ കാര്യങ്ങൾ. സോ ഗുഡ് മാനേജ്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. പ്രോഡക്റ്റിൽ, സർവീസസിൽ, പ്രോസസ്സിൽ, എല്ലാത്തിലും. ഓക്കെ, സോ ആണ് ഗുഡ് മാനേജ്മെന്റ്. ഇറ്റ് ഹെൽപ്സ് ടു പ്രൊമോട്ട് ദ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ ഓൾസോ. ഒരു നല്ലൊരു മാനേജ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഗുഡ് മാനേജ്മെന്റ് ഹെൽപ്സ് ടു പ്രൊമോട്ട് ക്രിയേറ്റിവിറ്റി ആൻഡ് ഓൾസോ ഇന്നോവേഷൻ. ഏതിലൊക്കെയാണ് ഇന്നോവേഷൻ, ക്രിയേറ്റിവിറ്റി ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ ഗുഡ് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുക? In the case of product, service and process also. Okay, so ഇനി നെക്സ്റ്റ് ആണ് reduces risk ആണ്. ആക്ച്വലി ത്രൂ പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, നല്ല പ്ലാനിങ്ങിലൂടെയും ഫോർകാസ്റ്റിലൂടെയും മാനേജ്മെന്റ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ആന്റിസിപ്പേറ്റ് ചെയ്യാനാണ്. ആന്റിസിപ്പേറ്റ് ചെയ്യാന്ന് വെച്ചാൽ പ്രിഡിക്റ്റ് ചെയ്യാണ്, എന്തൊക്കെയാണ് എന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് അസസ് ചെയ്യുക, എന്താണെന്ന് മുൻകൂട്ടി തന്നെ പ്രവചിക്കുക. സോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രിക്കോഷനിലൂടെ നമുക്ക് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? സോ അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ദാറ്റ്സ് വൈ പ്ലാനിങ് ഈസ് നെസറി ഇൻ ദ ഓർഗനൈസേഷൻ. അതുകൊണ്ടാണ് ഓർഗനൈസേഷന് പ്ലാനിങ് നെസറി എന്ന് വരുന്നത്. ഓക്കെ, സോ റെഡ്യൂസസ് റിസ്ക് എന്ന് വെച്ചാൽ എന്താ, ത്രൂ പ്ലാനിങ്ങിലൂടെ, അതേപോലെ തന്നെ ഫോർകാസ്റ്റിംഗ്. അതിൽ ഫോർകാസ്റ്റിംഗ് പറഞ്ഞാൽ എന്താണ്, പ്രിഡിക്റ്റ് ചെയ്യാം. അപ്പൊ പ്ലാനിങ്ങിലൂടെയും ഫോർകാസ്റ്റിംഗിലൂടെയും മാനേജ്മെന്റ് എന്തിനാ ഹെൽപ്പ് ചെയ്യണേ, പ്രോബ്ലംസ് ആന്റിസിപ്പേറ്റ് ചെയ്യാനും റിസ്ക് റെഡ്യൂസ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതാണ് ത്രൂ പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ് മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ ആന്റിസിപ്പേറ്റിംഗ് പ്രോബ്ലംസ് ആൻഡ് ഓൾസോ റെഡ്യൂസിംഗ് റിസ്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എൻഷുർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത്. മെയിൻ ആയിട്ട് എന്തിനാ ഹെൽപ്പ് ചെയ്യണേ പറഞ്ഞാൽ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി പ്രൊമോട്ട് ചെയ്യാനും അതേപോലെ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യാനുമാണ്. സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് സസ്റ്റൈൻ ചെയ്യാൻ സാധിക്കണം, എന്ന് വെച്ചാൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചിരിക്കണം. ബിക്കോസ് ഇപ്പം ഞാൻ പറഞ്ഞു തന്നുള്ളൂ, ടെക്നോളജി, ഇന്നോവേഷൻ, അതേപോലെ ബിസിനസ് ഡെവലപ്മെന്റ്സ്. സോ ഇതിലൊക്കെ സസ്റ്റൈൻ ചെയ്യാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ അത്രയും കോമ്പറ്റീഷൻ ആയിട്ട് വേണം മൂവ് ചെയ്യാൻ. സോ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി എപ്പോഴും പ്രൊമോട്ട് ചെയ്യുക, മെയിൻ ആയിട്ട് ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തിട്ട് വരിക. സോ അതാണ് എൻഷുർ. അതെന്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്തിരിക്കണം, ഉറപ്പ് വരുത്തണം, ഗ്രോത്ത് ഉണ്ട്, ഡെവലപ്മെന്റ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. എൻഷുർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, സോ ലിസ്റ്റ് ഔട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്? അച്ചീവിംഗ് ഓർഗനൈസേഷൻ ഗോൾസ്. നെക്സ്റ്റ്, എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ്. നെക്സ്റ്റ് ആണ് ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി. Next, maintain discipline and motivation. Next, adapting to change. Next one, encourages innovation. Next, reduces risk. Ensure growth and development. Okay, so these are the importance of management. Clear? Reshma, Ashwati, Lakshmi, Parvati. Is it clear for all? Anyone have doubt? Ashwani, Gayu, Suganya. Okay. Okay. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം. ഓക്കെ,
ഇപ്പം നമ്മളിപ്പം എന്തൊക്കെയാണ് ഇപ്പം എടുത്തതെന്ന് വെച്ചാൽ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം. Meaning of management. Next, key points, that is planning, organizing, directing, controlling. Next, example. Next, definition by experts. Okay. Next, importance of management. Okay. Next, I'm going to go through the topic, that is functions of management. So after completing these functions of management, we'll complete the session. Questions work out. Okay. So first of all, എന്തൊക്കെയാണ് മാനേജ്മെന്റ് ഫങ്ഷൻസ് നമുക്ക് നോക്കാം. മെയിൻ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആർ യൂഷ്വലി ഡിവൈഡ് ഇൻ ടു 5 കീ ഫങ്ഷൻസ് ആണ്. ഓക്കെ, എന്തായിരുന്നു മാനേജ്മെന്റിന്റെ ഫങ്ഷൻ? ഇറ്റ് ഈസ് മെയിൻലി ഡിവൈഡ് ഇൻ ടു 5 കീ ഫങ്ഷൻസ് ആണ്. ആക്ച്വലി ഈ 5 കീ ഫങ്ഷൻസ് എന്തിനാ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ദീസ് ഹെൽപ്സ് ഇൻ ഓർഗനൈസേഷൻ വർക്ക് സ്മൂത്ത്ലി, വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാനും ഗോൾസ് അച്ചീവ് ചെയ്യാനാണ് എന്ത് ചെയ്തിരിക്കണം, ഹെൽപ്പ് ചെയ്യണത്. ഓക്കെ, സോ എന്തൊക്കെയായിരുന്നു മെയിൻ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് യൂഷ്വലി ഡിവൈഡ് ഇൻ ടു 5 കീ ഫങ്ഷൻസ്. 5 ഫങ്ഷൻസ് ആണ് മെയിൻ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ മെയിൻ ആയിട്ട് എന്തിനാ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ദീസ് ഹെൽപ്സ് ഇൻ ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യാണ് വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാനും അതേപോലെ ഗോൾസ് എഫക്റ്റീവ് ആയിട്ട് അച്ചീവ് ചെയ്യാനും. ഓക്കെ, സോ മെയിൻ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആക്ച്വലി ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻ ടു 5 ഫങ്ഷൻസ്. എന്തൊക്കെയാണ് ഫസ്റ്റ് ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പ്ലാനിങ്, നെക്സ്റ്റ് ഓർഗനൈസിങ്, നെക്സ്റ്റ് സ്റ്റാഫിംഗ്, നെക്സ്റ്റ് വൺ ഡയറക്റ്റിംഗ്, നെക്സ്റ്റ് വൺ കൺട്രോളിംഗ്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്, ഗോ ത്രൂ ചെയ്യാം. ഫസ്റ്റ് പ്ലാനിങ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ബിഫോർ സ്റ്റാർട്ടിംഗ് ഓർഗനൈസേഷൻ വി ഹാവ് ടു പ്ലാൻ ഓൾ ദ ആക്ടിവിറ്റീസ് ഓക്കെ ഇൻ അഡ്വാൻസ്. സോ ആക്ച്വലി പ്ലാനിങ് എന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്യുക അഡ്വാൻസ് ആയിട്ട് തന്നെ. എന്തൊക്കെയാണ് ഡിസൈഡ് ചെയ്യുക? വാട്ട് ടു ഡു, എന്തൊക്കെയാണ് ചെയ്യുക, ഹൗ ടു ഡു, എങ്ങനെയൊക്കെ ചെയ്യുക, വെൻ ടു ഡു, എപ്പോഴാണ് ചെയ്യുക, ഹൂ ഷുഡ് ഡു ഇറ്റ്, ആരാ ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ പ്ലാനിങ്ങിൽ എന്തൊക്കെയാണ്? പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. എന്താ അഡ്വാൻസ് ആയിട്ട് ഡിസൈഡ് ചെയ്യേണ്ടത്? എന്തൊക്കെയാണ്? വാട്ട് ടു ഡു, എപ്പോൾ ചെയ്യണം, എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത്, എപ്പോൾ ചെയ്യണം, ആര് ചെയ്യണം. അതാണ് വാട്ട് ടു ഡു, ഹൗ ടു ഡു ഇറ്റ്, വെൻ ടു ഡു ഇറ്റ് ആൻഡ് ഹൂ ഷുഡ് ഡു ഇറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് എ പ്ലാനിങ്. നെക്സ്റ്റ് ആണ് ഇറ്റ് ഇൻവോൾവ്സ് സെറ്റിംഗ് ഗോൾസ് ആൻഡ് ചൂസിങ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഗോൾസ് ഒന്ന് സെറ്റ് ചെയ്യുക, അതിനുശേഷം ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ത് ചെയ്യുക? ചൂസ് ചെയ്യുക. സോ പ്ലാനിങ് എന്ന് വെച്ചാൽ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആയി ഡിസൈഡ് ചെയ്യുക വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു ആൻഡ് ഹൂ ഷുഡ് ഡു. ഇറ്റ് ഇൻവോൾവ്സ് നമ്മൾ എന്ത് ചെയ്യുക? ഗോൾസ് സെറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ചൂസ് ചെയ്യുക. അതാണ് എന്ത് ചെയ്യും പ്ലാനിങ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്കൂൾ പ്രിൻസിപ്പൽ ആക്ച്വലി ഒരു അക്കാഡമിക് കലണ്ടർ ആയിരിക്കും എന്ത് ചെയ്യുക? പ്ലാൻ ചെയ്യുക. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ നമ്മളിപ്പോ ആസ് യൂഷ്വൽ ഇപ്പൊ കോളേജ് ആയിക്കോട്ടെ സ്കൂൾ ആയിക്കോട്ടെ ഒരു അക്കാഡമിക് കലണ്ടർ ഉണ്ടാവും. നമുക്കിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ജൂൺ ടു മാർച്ച് ഉണ്ടെങ്കിൽ ജൂണിൽ എങ്ങനെയൊക്കെയാണ് അക്കാഡമിക് കലണ്ടർ, നമ്മുടെ ക്ലാസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും, എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് ഷെഡ്യൂൾ ചെയ്യുക, നമ്മുടെ ടെക്സ്റ്റ് എപ്പോഴാണ്, നമ്മുടെ മെയിൻ എക്സാം എപ്പോഴാണ്, അങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇൻ ദ കേസ് ഓഫ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ അവിടുത്തെ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യും. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. ആക്ച്വലി അഡ്വാൻസ് ആയി ഡിസൈഡ് ചെയ്യുക വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു ആൻഡ് ഹൂ ഷുഡ് ഡു ഇറ്റ്. സോ ഇറ്റ് ഇൻവോൾവ്സ് ഒരു ഗോൾസ് സെറ്റ് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക? ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആണ് ഓർഗനൈസിങ്. അപ്പോൾ ഓരോ ഫങ്ഷൻസ് പോയിന്റ്സ് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഓരോ സെറ്റ് ഓഫ് എക്സാമ്പിൾസ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അടുത്തതാണ് ഓർഗനൈസിംഗ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്യുക, റിസോഴ്സസ് കാര്യങ്ങൾ ഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്യുക. ദാറ്റ് ഈസ് റിസോഴ്സ് ഉദ്ദേശിച്ചത് പീപ്പിൾ, ഫിനാൻസ്, എക്യുപ്മെന്റ്, അതൊക്കെ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്യുക. ടാസ്ക് ഒരു സ്ട്രക്ചേർഡ് വേയിലായിരിക്കണം എന്ത് ചെയ്യാൻ? അറേഞ്ച് ചെയ്യാൻ, ഈ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഓക്കെ, സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് എന്ത് ചെയ്യുക? ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക? അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക ടാസ്ക്, എന്നിട്ട് ഡെലഗേറ്റ് ചെയ്യുക അതോറിറ്റി. എന്ന് വെച്ചാൽ അവരെ കൊണ്ട് ആ അധികാരം, ആ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ എന്ത് ചെയ്യുക? ചെയ്യിപ്പിക്കുക. ഡെലഗേറ്റിംഗ് അതോറിറ്റി, ആ അതോറിറ്റി പവർ എന്ത് ചെയ്യുക? ഡെലഗേറ്റ് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. സോ എന്താണ് ഓർഗനൈസിംഗ് എന്ന് വെച്ചാൽ അറേഞ്ചിങ് റിസോഴ്സസും കാര്യങ്ങളും ഫുള്ളായിട്ട് എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്യുക എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഏതൊക്കെ റിസോഴ്സ് ഉദ്ദേശിക്കുന്നത്? പീപ്പിൾ, ഫിനാൻസ്, എക്യുപ്മെന്റ്. ഓക്കെ, ആൻഡ് ടാസ്ക് വളരെ സ്ട്രക്ചേർഡ് വേ ആയിട്ട് എന്ത് ചെയ്യുക? ഫുള്ളായിട്ട് അനലൈസ് ചെയ്യുക, എന്നിട്ട് അത് ഫുള്ളും എന്ത് ചെയ്യുക? ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, സോ ആഫ്റ്റർ പ്ലാനിങ് നെക്സ്റ്റ് എന്തായിരുന്നു ഫംഗ്ഷൻ? ഓർഗനൈസിംഗ് ആണ്. ആ ഓർഗനൈസിംഗിൽ എന്തായിരുന്നു? റിസോഴ്സ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക, പീപ്പിളും ഫിനാൻസും എക്യുപ്മെന്റും ഒരു സ്ട്രക്ചേർഡ് വേയിൽ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുക. സോ അവിടുത്തെ മെയിൻ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക? ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്യുക, ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കുക, അതോറിറ്റി ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, സോ അതിന്റെ ഡെലിഗേറ്റിംഗ് അതോറിറ്റി എന്ന് വെച്ചാൽ നമുക്ക് മെയിൻ ഹയർ ലെവലുള്ളവർ ലോവർ ലെവലായിട്ടുള്ള എംപ്ലോയീസിനും കാര്യങ്ങൾക്കും ആ അതോറിറ്റി, ആ അധികാരം കൊടുത്ത ആ വർക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക, പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ എക്സാമ്പിൾ കമ്പനി ഫോമിങ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഒരു കമ്പനിയിൽ തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. ലൈക്ക് ഇപ്പൊ മാർക്കറ്റിംഗ്, HR, ഫിനാൻസ്, സോ അങ്ങനെ. സോ അതിലൂടെ അവർ നമ്മൾ എന്ത് ചെയ്യും? ടാസ്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഓർഗനൈസിങ്.
സോ എന്തായിരുന്നു ഫസ്റ്റ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, ദാറ്റ് ഈസ് പ്ലാനിങ്. അതേപോലെ നെക്സ്റ്റ് എന്തായിരുന്നു ഓർഗനൈസിങ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ആണ് സ്റ്റാഫിംഗ്. ഓക്കെ, സ്റ്റാഫിംഗ് എന്ന് വെച്ചാൽ ഹയറിംഗ് ദ ഹയറിംഗ് ദ റൈറ്റ് പീപ്പിൾ ഫോർ ദ റൈറ്റ് ജോബ്. ഒരു റൈറ്റ് ജോബിൽ നമ്മൾ റൈറ്റ് പീപ്പിൾ എന്ത് ചെയ്യുക, ഹയർ ചെയ്യുക എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് പ്ലേസ് ചെയ്യുക. സോ എന്താണ് ഹയറിംഗ്, റൈറ്റ് പീപ്പിൾ റൈറ്റ് ജോബിൽ ഹയർ ചെയ്യുക. അതിൽ വരുന്നതാണ് സ്റ്റാഫിംഗിൽ വരുന്നതാണ് റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ്, ഡെവലപ്മെന്റ് ആൻഡ് മെയിൻറ്റെയിനിങ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ്. ഒരു ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. സോ എന്താണ് സ്റ്റാഫിംഗ് എന്ന് വെച്ചാൽ ഹയറിംഗ് ദ റൈറ്റ് പീപ്പിൾ ഫോർ ദ റൈറ്റ് ജോബ്. ഒരു റൈറ്റ് ജോബിന് റൈറ്റ് പീപ്പിൾ ഹയർ ചെയ്യുക. സോ അതിൽ വരുന്നതാണ് റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ്, ഡെവലപ്മെന്റ് ആൻഡ് മെയിൻറ്റെയിനിങ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അതാണ് എന്ത് ചെയ്യുക, സ്റ്റാഫിംഗ്. ഓക്കെ, സോ റൈറ്റ് പീപ്പിളിനെ റൈറ്റ് ജോബിൽ എന്ത് ചെയ്യുക, ഹയർ ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക. സോ അതിൽ വരുന്നതാണ് എന്തൊക്കെയാണ് സ്റ്റാഫിംഗിൽ വരുന്ന ഫംഗ്ഷൻസ്, ഇതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. എക്സാമിന് ഈ റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ്, ഡെവലപ്മെന്റ് ഏതിൻ്റെ അണ്ടറിൽ വരും, അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. മനസ്സിലായോ? സോ സ്റ്റാഫിംഗിൽ വരുന്നതാണ് എന്തൊക്കെയായിരുന്നു, ഈ റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ്, ഡെവലപ്മെന്റ്, അതേപോലെ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതൊക്കെ എന്താണ് സ്റ്റാഫിംഗിൽ വരുന്നതാണ്. ഓക്കെ, സോ എക്സാമ്പിൾ ആണ്, ഒരു ഹോസ്പിറ്റലിൽ എന്ത് ഹയർ ചെയ്യും, നേഴ്സസിനെ, എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യും, ട്രെയിനിങ് കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. അതാണ് എ ഹോസ്പിറ്റൽ ഹയറിംഗ് നേഴ്സസ് ആൻഡ് പ്രൊവൈഡിങ് ട്രെയിനിങ്. So what is the first functions of management? Planning. Next one organizing. Next staffing. നെക്സ്റ്റ് ആണ് ഡയറക്റ്റിംഗ് ആണ്. ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ എന്തെന്നും കൂടെ പറയും, ലീഡിങ് എന്നും പറയും കേട്ടോ. എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവരെ എപ്പോഴും എന്ത് ചെയ്യുക, ഗൈഡ് ചെയ്യുക, ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. അതേപോലെ എംപ്ലോയീസിനെ എപ്പോഴും എന്ത് ചെയ്യുക, ലീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്ന് വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക, എങ്ങനെയൊക്കെ ചെയ്യാൻ അവർ കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാൻ. അതാണ് ഗൈഡിങ്, മോട്ടിവേറ്റിംഗ് ആൻഡ് ലീഡിങ് എംപ്ലോയീസ് ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾസ്. ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നമ്മൾ ഗൈഡ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, ലീഡ് ചെയ്യുക. സോ ആ ഡയറക്റ്റിംഗിൽ വരുന്നതാണ് എന്തൊക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, സൂപ്പർവിഷൻ, ഇതൊക്കെ. ഓക്കെ, സോ ഡയറക്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് മീൻസ് ഗൈഡിങ്, മോട്ടിവേറ്റിംഗ് ആൻഡ് ലീഡിങ്. എംപ്ലോയീസിനെ എപ്പോഴും ഗൈഡ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക, ഓർഗനൈസേഷൻ ഗോൾ അറ്റൈൻ ചെയ്യാൻ. സോ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, സൂപ്പർവിഷൻ. ഓക്കെ, അതാണ് എന്ത്, ഡയറക്റ്റ്. ഇപ്പൊ ഡയറക്റ്റിംഗിൽ എന്തൊക്കെയാ വരിക, അതായത് ഗൈഡ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, ലീഡ് ചെയ്യുക എംപ്ലോയീസിന്. സോ ഗൈഡ് ചെയ്യാന്ന് വെച്ചാൽ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, അവരെ എപ്പോഴും എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ലീഡ് ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെയൊക്കെയാണെന്ന് ചെയ്യിപ്പിക്കുക അവരെ കൊണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ദ പർപ്പസ് ഓഫ് അച്ചീവ് ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഡയറക്റ്റിംഗ് മീൻസ് ഗൈഡിങ്, മോട്ടിവേറ്റിംഗ് ആൻഡ് ലീഡിങ് എംപ്ലോയീസ് ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾസ്. സോ ആ ഡയറക്റ്റിംഗിൽ വരുന്നതാണ് എന്തൊക്കെ, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ ആൻഡ് സൂപ്പർവിഷൻ. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുക്കുന്നുണ്ട്, എന്താന്ന് വെച്ചാൽ എ ടീം ലീഡർ മോട്ടിവേറ്റിംഗ് മെമ്പേഴ്സ് ടു ഫിനിഷ് എ പ്രോജക്റ്റ് ഓൺ ടൈം. ഒരു ടൈമിൽ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീം മെമ്പർ എന്ത് ചെയ്യണം, മെമ്പേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യണം ആ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ടീം ലീഡർ മോട്ടിവേറ്റിംഗ് മെമ്പേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യണം ആ പ്രോജക്റ്റ് ആ ടൈമിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് കൺട്രോളിംഗ് ആണ്. കൺട്രോളിംഗ് എന്ന് വെച്ചാൽ സോ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത്, ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഫസ്റ്റ് പ്ലാനിങ്, നെക്സ്റ്റ് ഓർഗനൈസിങ്, നെക്സ്റ്റ് സ്റ്റാഫിംഗ്, നെക്സ്റ്റ് വൺ ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗിന്റെ അനദർ നെയിം എന്താണ് പറയാ, ഓർ ലീഡിംഗ്. നെക്സ്റ്റ് കൺട്രോളിംഗ്. ഓക്കെ, കൺട്രോളിംഗ് എന്ന് വെച്ചാൽ എന്താ, മോണിറ്ററിംഗ് ആൻഡ് എവാലുവേറ്റിംഗ് ഓൺഗോയിങ് ആക്ടിവിറ്റീസ് ടു എൻഷുർ ദാറ്റ് ഗോൾസ് ആർ ബീങ് മെറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. മോണിറ്റർ ചെയ്യാന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് അസസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അതേപോലെ എവാലുവേറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ എന്ത് ചെയ്യുക, എവാലുവേറ്റ് ആക്ടിവിറ്റീസ് ഇതിലൂടെ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക ഗോൾസ് മെറ്റ് ചെയ്യുക. ഓക്കെ, സോ അതിൽ വരുന്ന ടിംഗിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക, മെഷർ ചെയ്യുക എന്തൊക്കെയാണ് ആക്ച്വലി പെർഫോമൻസ്, കറക്റ്റീവ് ആക്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, സോ എന്തൊക്കെയാണ് കൺട്രോളിംഗ് എന്ന് വെച്ചാൽ മോണിറ്ററിംഗ് ആൻഡ് എവാലുവേറ്റിംഗ് ഓൺഗോയിങ് ആക്ടിവിറ്റീസ്. എന്തൊക്കെയാണ് ഓൺഗോയിങ് ആക്ടിവിറ്റീസ് പറഞ്ഞാൽ ഫുള്ളായിട്ട് മോണിറ്റർ ചെയ്യുക, എവാലുവേറ്റ് ചെയ്യുക. സോ ഇതിലൂടെ ഉറപ്പ് വരുത്തുക ഗോൾസ് മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് എന്ത് ചെയ്യുക, പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക, ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുക, അതേപോലെ കറക്റ്റീവ് ആക്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, ആക്ച്വലി ഇവിടെ ഇപ്പോൾ എന്തിനാന്ന് വെച്ചാൽ ആദ്യം ഇപ്പം നമ്മൾ ഒരു പെർഫോമൻസ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഓർഗനൈസേഷനിൽ നമ്മളിപ്പോൾ എംപ്ലോയീസിന് വർക്ക് അലോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതാണ് സ്റ്റാൻഡേർഡ്, നിങ്ങളുടെ ഗോൾ ഇതാണ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ആ സെറ്റ് ചെയ്തതിന് ശേഷം അവർ ആക്ച്വലായിട്ട് പെർഫോം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും ആക്ഷൻസ് ഉണ്ട്, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നീഡാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ കറക്റ്റീവ് ആക്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുക. സോ അതാണ് കൺട്രോളിങ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, മോണിറ്റർ ചെയ്യുക, എവാലുവേറ്റ് ചെയ്യുക,
എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഏതിൻ്റെ അണ്ടറിൽ വരുന്നതെന്ന് വെച്ചാൽ കൺട്രോളിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, സോ അതാണ് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് മാനേജർ ചെക്കിംഗ് സെയിൽസ് ടാർഗറ്റ് ആൻഡ് അഡ്ജസ്റ്റിംഗ് സ്ട്രാറ്റജീസ് ഇഫ് നീഡ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 1 മന്തിൽ ഒരു സെയിൽസ് ടാർഗറ്റ് ഇപ്പോൾ എംപ്ലോയീസിന് അലോട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാനേജർ ട്രാക്ക് ചെയ്യണം, ചെക്ക് ചെയ്യണം എന്തൊക്കെയാണ് സെയിൽസ് ടാർഗറ്റ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് അത് ട്രാക്ക് ചെയ്യണം, അത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഫോർമുലേറ്റ് ചെയ്യുക എന്ന് അനലൈസ് ചെയ്യുക. അതാണ് മാനേജർ ചെക്കിംഗ് ദ സെയിൽസ് ടാർഗറ്റ്. ആദ്യം മാനേജർ എന്ത് ചെയ്യുന്നു, ആ സെയിൽസ് ടാർഗറ്റും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുക, അഡ്ജസ്റ്റിംഗ് സ്ട്രാറ്റജീസ് ഇഫ് നീഡ്. അത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്ട്രാറ്റജീസ് കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ എന്തൊക്കെയാണ്, അപ്പോൾ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്? സോ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ പ്ലാനിങ്. സോ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് പ്ലാനിങ്, നെക്സ്റ്റ് വൺ ഓർഗനൈസിങ്, നെക്സ്റ്റ് വൺ staffing, next directing or leading, next controlling. Okay, so these are the functions of management. ഇനി നമുക്ക് ഈ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് കാര്യങ്ങൾ എങ്ങനെയാണ് ജസ്റ്റ് ഒരൊറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഇതെല്ലാം പഠിച്ചതിന് ശേഷം, നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം ഒറ്റ വാക്കിൽ മനസ്സിലാക്കാൻ വേണ്ടി സെറ്റ് ചെയ്തതാണ്. ആദ്യം തന്നെ അത് നോക്കാതെ ഇത് നോക്കരുത്. ഇത്രയും ക്ലാസ് നോട്ട്സും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഒന്ന് നോക്കാനാണ് കേട്ടോ. ദാറ്റ് ഈസ് ഇവിടെ നമുക്കിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഫങ്ഷൻസും റോൾസ് ഇൻ മാനേജ്മെന്റും ആണ്. സോ അപ്പോൾ ഇവിടെ പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താ, സെറ്റ് ദ ഡയറക്ഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓർഗനൈസിങ് എന്ന് പറയുമ്പോൾ എന്താ, റിസോഴ്സസും ടാസ്കുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. ഓക്കെ, സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് എന്താ, റൈറ്റ് പീപ്പിളെ നമുക്ക് കിട്ടണം. ചുമ്മാ ഒരു എംപ്ലോയിനെ കിട്ടിയിട്ട് കാര്യമില്ല. വി നീഡ് റൈറ്റ് പീപ്പിൾ ഫോർ ദ റൈറ്റ് ജോബ് ഓൺ റൈറ്റ് ടൈം. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പീപ്പിളിനെ കറക്റ്റ് ജോബിന് ആപ്റ്റ് ആയിട്ടുള്ള ടൈമിൽ കിട്ടിയിരിക്കണം. നെക്സ്റ്റ് അതേപോലെ തന്നെ ഡയറക്റ്റിംഗ് ആണ്, എന്ന് വെച്ചാൽ അവരെ എപ്പോഴും എന്ത് ചെയ്യുക, ലീഡ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക ടീമിനെ. നെക്സ്റ്റ് ആണ് കൺട്രോളിങ്. കൺട്രോൾ എന്ന് വെച്ചാൽ ചെക്ക് ചെയ്യുക എന്തൊക്കെ പ്രോഗ്രസ് ഡെവലപ്മെന്റ് ആണ് വേണ്ടത്, എന്നിട്ട് എന്തെങ്കിലും ഇപ്പം അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെന്ന് എന്ത് ചെയ്യുക, അത് കറക്റ്റ് ചെയ്യുക പ്രോഗ്രസ്. ഓക്കെ, സോ എന്തൊക്കെയാണ് ഇപ്പോൾ ഫങ്ഷൻസ് ആർ റോൾസ് ഇൻ മാനേജ്മെന്റ്? ഫസ്റ്റ് പ്ലാനിങ്. പ്ലാനിങ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, സെറ്റ് ദ ഡയറക്ഷൻ സെറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ എന്താ, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്ലാനിങ് എന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് പ്ലാനിങ് ഇൻ അഡ്വാൻസ് ആയിട്ട് തന്നെ പ്ലാൻ ചെയ്യണം. വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൗ ടു ഡു, ഹൂ ഡു ഇറ്റ് എന്നൊക്കെ അല്ലേ. സോ അപ്പോൾ പ്ലാനിങ്ങിലൂടെ ഡയറക്ഷൻസ് സെറ്റ് ചെയ്യണം. ഓർഗനൈസിംഗ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, റിസോഴ്സും ടാസ്കും കാര്യങ്ങളും ഫുള്ളായി അറേഞ്ച് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ റൈറ്റ് പീപ്പിളിനെ കിട്ടുക. ഡയറക്റ്റിംഗ് പറഞ്ഞാൽ ആ പീപ്പിളിനെ എന്ത് ചെയ്യുക, ലീഡ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ ചെയ്യുക പറഞ്ഞാൽ പ്രോഗ്രസ്സും കാര്യങ്ങളും ഫുള്ളായി ചെക്ക് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ആൻഡ് റോൾസ് ഇൻ മാനേജ്മെന്റ്. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ എടുത്ത ടോപ്പിക്സ് എന്ന് പറയുന്നത്, നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് നമുക്കിപ്പോൾ മൂവ് ചെയ്യാം. നമ്മളിപ്പോൾ ഇന്ന് എടുത്ത ടോപ്പിക്സ് എന്ന് പറയുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാനേജ്മെന്റ്, നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. സോ ആദ്യം നമ്മൾ മീനിങ്, നെക്സ്റ്റ് കീ പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു, ദാറ്റ് ഈസ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. നെക്സ്റ്റ് അതേപോലെ തന്നെ അതിന് എക്സാമ്പിൾ, നെക്സ്റ്റ് ഡെഫിനിഷൻ, ദാറ്റ് ഈസ് ഹെറോൾഡ് സ്കൂൾസ് ആൻഡ് ഹെയ്ൻസ് ഫെറിച്ച്, FW ടൈലർ, പീറ്റർ ഡക്കർ. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. സോ എന്തൊക്കെയായിരുന്നു ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്? Achieving organization goals, efficient use of resources, improves productivity, maintain discipline and motivation, adapting to change, encourages innovation, reduces risk, ensure growth and development. So what are the functions of management? Planning, organizing, staffing, directing, controlling. Okay, so ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. സോ ബിഫോർ ഡിസ്കസിങ് ദ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞുതരാം. Okay, is it clear for all? Ramya, Ashwani, Lakshmi, Reshma, Sugata, Kayu, Parvati. Is it clear for all? Suganya. ഓക്കെ, ആക്ച്വലി ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പോകുന്നതിന് മുന്നേ തന്നെ പറയാം, ആക്ച്വലി ടോട്ടലി ഇപ്പം നമ്മളിപ്പം ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ, ഇമ്പോർട്ടൻസ്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇതിപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളിപ്പം ഇപ്പം ഓൺലൈനിൽ ഇപ്പം നമുക്ക് ഉണ്ടല്ലോ. സോ ക്ലാസ്സിൽ ഇപ്പം ഞാൻ ക്വസ്റ്റ്യൻസ് പറയുന്ന ഒപ്പം തന്നെ ആൻസർ ഇതിൽ എനിക്ക് സെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ബി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1B അങ്ങനെ എല്ലാവരും ആൻസർ ചെയ്യുക. ചുമ്മാ ക്ലാസ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ട, അതിൻ്റെ ഒപ്പം തന്നെ വർക്ക് ചെയ്ത് വരിക. ഓക്കെ ഓക്കെ അശ്വതി, സോ ഇതൊന്ന് ലിസൺ ചെയ്യാം. അപ്പം മനസ്സിലായല്ലോ, ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. സോ എല്ലാവരും റെസ്പോണ്ട് ചെയ്യുക. എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് റിപ്ലൈ ആയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, ആൻസർ ഇടുക. ഓക്കെ, സോ ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആൻസർ നോക്കണ്ട, ക്വസ്റ്റ്യനും ഓപ്ഷനും മാത്രം ഒന്ന് ലിസൺ ചെയ്താൽ മതി. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം.
സോ പറഞ്ഞത് മനസ്സിലായല്ലോ? എല്ലാവരും ആൻസർ ഉടനെ തന്നെ റിപ്ലൈ തരിക. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ആണ്, ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്? ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് അറിയപ്പെടുന്നത് ആരാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഹെൻറി ഫയോഡ്, ഓപ്ഷൻ ബി പീറ്റർ ഡ്രക്കർ, ഓപ്ഷൻ സി FW ടൈലർ, ഓപ്ഷൻ ഡി എൽട്ടൺ മായോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് മാനേജ്മെന്റിന് ഈ മോഡ്യൂൾ നമുക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ഓരോരുത്തരെ കുറിച്ചും ഒന്നും കൂടെ നിങ്ങൾ മനസ്സിലാകും. ഓക്കെ, അത് ഓരോന്ന് പറഞ്ഞു തരാം. അപ്പം ഇനി ഇപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട ഒരൊറ്റ കാര്യമാണ്, ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ആരാണ്? ഓപ്ഷൻ സി FW ടൈലർ ആണ്. ഓക്കെ, സോ ആരായിരുന്നു ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്? FW ടൈലർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്, management is the art of getting things done through others. Who gave this definition? So ഈ ഡെഫിനേഷൻ ആരാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ്. ഓപ്ഷൻ എ ഹെൻറി ഫയോൾ, ബി ഹറോൾഡ് കൂൺസ്, സി മേരി പാർക്കർ ഫോളറ്റ്, ഡി പീറ്റർ ഡ്രക്കർ. സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി മേരി പാർക്കർ ഫോളറ്റ് ആണ്. സോ മേരി പാർക്കർ ഫോളറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് മാനേജ്മെന്റ് ഈസ് എ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്? മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്ലാനിങ്, ഓപ്ഷൻ ബി സ്ലീപ്പിംഗ്, സി കൺട്രോളിംഗ്, ഡി സ്റ്റാഫിംഗ്. സോ ഫസ്റ്റ് നമുക്ക് ആദ്യം ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം, അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓൾറെഡി പഠിച്ചതാണ്. പ്ലാനിങ്, കൺട്രോളിംഗ്, സ്റ്റാഫിംഗ് ഫംഗ്ഷൻസ് ആണ്. സോ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ ബി, സ്ലീപ്പിംഗ് ഈസ് എ നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, എൻ്റെ ഒപ്പം ചെയ്ത് വന്നോളൂ. നെക്സ്റ്റ് ആണ്, മാനേജ്മെന്റ് എയിംസ് ടു അച്ചീവ് പേഴ്സണൽ ഗോൾ, ഗ്രൂപ്പ് ഗോൾസ്, ഓൺലി പ്രോഫിറ്റ്, നൺ ഓഫ് ദ എബവ്. ദാറ്റ് ഈസ് മാനേജ്മെന്റ് മെയിൻ എയിം എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രൂപ്പ് ഗോൾസ് എന്നുള്ളതാണ്. ഓക്കെ, ഓൺലി പ്രോഫിറ്റ് മാത്രം എന്നുള്ളതല്ല, അതേപോലെ പേഴ്സണൽ ഗോൾസ് മാത്രമല്ല, എന്താണ്? ഗ്രൂപ്പ് ഗോൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് മാനേജ്മെന്റ്? ഇതിൽ ഏതാണ് ബെസ്റ്റ് ആയിട്ട് മാനേജ്മെന്റിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് എ സയൻസ്, ഇറ്റ് ഈസ് എ ആർട്ട്, ഇറ്റ് ഈസ് ആൻ ആർട്ട്, ഇറ്റ് ഈസ് എ പ്രൊഫഷൻ, ഇറ്റ് ഈസ് കോമ്പിനേഷൻ ഓഫ് ഓൾ ത്രീ. ആക്ച്വലി എന്താ നമ്മുടെ ആൻസർ? മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സയൻസ്, ഇറ്റ്സ് എൻ ആർട്ട് ആൻഡ് ഓൾസോ ഇറ്റ്സ് എ പ്രൊഫഷൻ ഓൾസോ. സോ ഓപ്ഷൻ ഡി ആണ്. അതാണ് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ത്രീ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? മാനേജ്മെന്റ് ഈസ് ആർട്ട്, മാനേജ്മെന്റ് ആർട്ട് ആണ്, മാനേജ്മെന്റ് സയൻസ് ആണ്, മാനേജ്മെന്റ് പ്രൊഫഷൻ ആണ്. സോ അതുകൊണ്ടാണ് ഇറ്റ് ഈസ് കോമ്പിനേഷൻ ഓഫ് ഓൾ ത്രീ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ്, ഹു ഡിഫൈൻഡ് മാനേജ്മെന്റ് ആസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിംഗ്, ലീഡിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓർഗനൈസേഷൻ റിസോഴ്സസ് ടു അച്ചീവ് ഗോൾസ്? സോ ആക്ച്വലി ആരാണ് മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? It is a process of planning, organizing, leading and controlling organization resources to achieve goals. Henry Fayol, Harold Kuntz, പീറ്റർ ഡക്കർ, FW ടൈലർ. ഓപ്ഷൻ ബി ആണ്. ഹെറോൾഡ് കൂൺസിന്റെ ഡെഫിനിഷൻ ആണ് എന്തെന്നുള്ളത്? മാനേജ്മെന്റ് ആസ് എ പ്രോസസ് ഓഫ് പ്ലാൻ ചെയ്യുക, നെക്സ്റ്റ് എന്ത് ചെയ്യുക? പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ് ആൻഡ് കൺട്രോളിങ് ഓർഗനൈസേഷൻ റിസോഴ്സ് ടു അച്ചീവ് ഗോൾസ്. ഓക്കെ, നെക്സ്റ്റ് ആണ്, മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെന്റ് ഈസ് ടു എന്തൊക്കെയാ? എ മാക്സിമൈസ് പ്രോഫിറ്റ് ഓൺലി, ബി ക്രിയേറ്റ് എംപ്ലോയ്മെന്റ്, സി അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾസ് എഫിഷ്യൻലി, ഡി ഇൻക്രീസ് കോമ്പറ്റീഷൻ. സോ എന്താണ് ആൻസർ? ഓപ്ഷൻ സി ആണ്, അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾസ് എഫിഷ്യൻലി. ഓക്കെ, നെക്സ്റ്റ് ആണ്, പ്ലാനിങ് ഈസ് എ ഡാഷ് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. എന്തായിരുന്നു പ്ലാനിങ് എന്ന് പറയുന്നത്? ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റിലെ എത്രാമത്തെയാ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ലാസ്റ്റ്. ഏതാണ്? ഓപ്ഷൻ എ, ഫസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ്, management is required at dash level of the organization, that is top, middle, lower, all levels. ആക്ച്വലി മാനേജർ എന്ന് പറയുമ്പോൾ എല്ലാ ലെവൽസിലും എന്താണ്? നീഡർ ആണ്. ഓപ്ഷൻ ഡി ആണ്, all levels. Okay, management is required at all levels of the organization. Next ആണ്, which element is not a part of the definition of management? മാനേജ്മെന്റിന്റെ ഡെഫിനിഷനിലെ പാർട്ടിലെ വരാത്തത് ഏതാണ്? പ്ലാനിങ്, ഓർഗനൈസിംഗ്, മാനുഫാക്ചറിംഗ്, കൺട്രോളിംഗ്. എന്തായിരുന്നു? ഓപ്ഷൻ സി, മാനുഫാക്ചറിംഗ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ഡെഫിനിഷൻ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഡെഫിനിഷനിൽ ഈ മാനുഫാക്ചറിംഗ് വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. മെയിൻ പർപ്പസ് ഓഫ് മാനേജ്മെന്റ് ഈസ് ടു, ദാറ്റ് ഈസ് ഇൻക്രീസ് സാലറീസ്, അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾസ് എഫിഷ്യൻലി, ക്രിയേറ്റ് ഡിസ്പ്യൂട്ട്സ് എം എംപ്ലോയീസ്, ഡിലേ ഡിസിഷൻ മേക്കിംഗ്. സോ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ എയിം എന്താ? മാനേജ്മെന്റിന്റെ എയിം അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾസ് എഫിഷ്യൻലി. ആൻസർ ബി. ഓക്കെ, നെക്സ്റ്റ് ആണ്, which of the following is not an importance of management? മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് അല്ലാത്തത് എന്താണ്? helps in achieving goals, ensure wastages of resources, improves efficiency, promote team spirit.
സോ ഇതിൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, വേസ്റ്റേജ് ഓഫ് റിസോഴ്സ് എഫിഷ്യർ ചെയ്യുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് അല്ല. സോ മെയിനായിട്ട് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ, ഗോൾസ് അച്ചീവ് ചെയ്യുക, എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണത് ഇമ്പ്രൂവ് ചെയ്യുക, ടീം സ്പിരിറ്റ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ എൻഷുർ വേസ്റ്റേജ് ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ആൻ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ്. സോ മാനേജ്മെന്റ് ഇതിനെ ഹെൽപ്പ് ചെയ്യണ റെഡ്യൂസ് ചെയ്യാനാണ്. ദാറ്റ് ഈസ് എന്തൊക്കെയാ ഓപ്ഷൻ, പ്രോഡക്ടിവിറ്റി, എംപ്ലോയി കോർഡിനേഷൻ, റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി, ടീം വർക്ക്. സോ എന്തായിരുന്നു ആൻസർ, മാനേജ്മെന്റ് എന്തിനാ ഹെൽപ്പ് ചെയ്യണം, ആക്ച്വലി റിസ്ക്കും അൺസർട്ടനിറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യാനാണ്. സോ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കില്ല, മേ ഓർ മേ നോട്ട് ആണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് തന്നെ. സോ മാനേജ്മെന്റ് കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും, ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് അച്ചീവ്ഡ് ത്രൂ എഫക്റ്റീവ് മാനേജ്മെന്റ്. എഫക്റ്റീവ് മാനേജ്മെന്റിലൂടെ എന്താണ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ചോദിച്ചിരിക്കുന്നത്. മിസ്കമ്മ്യൂണിക്കേഷൻ, അൺനെസറി ഡിലേ, ബെറ്റർ കോർഡിനേഷൻ, ഹൈ എക്സ്പെൻസസ്. സോ എഫക്റ്റീവ് മാനേജ്മെന്റിലൂടെ നമുക്ക് എന്താ അച്ചീവ് ചെയ്യാൻ സാധിക്കും, ബെറ്റർ കോർഡിനേഷൻ, ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ആണ് വൺ ഓഫ് ദ കീ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് യൂസിങ് റിസോഴ്സസ് വിത്തൗട്ട് പ്ലാനിങ്, അച്ചീവിംഗ് റിസൾട്ട് വിത്ത് മിനിമം എഫേർട്ട് ആൻഡ് കോസ്റ്റ്, ഇൻക്രീസിംഗ് പേപ്പർ വർക്ക്, എൻകറേജിംഗ് ഗോസിപ്പ് എം എംപ്ലോയീസ്. സോ വൺ ഓഫ് ദ കീ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ദാറ്റ് ഈസ് അച്ചീവിംഗ് റിസൾട്ട് വിത്ത് മിനിമം എഫേർട്ട് ആൻഡ് കോസ്റ്റ്. റിസൾട്ട് എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്യുക മിനിമം കോസ്റ്റിലും എഫേർട്ടിലും വെച്ച്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മാനേജ്മെന്റ് എൻഷുർ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ്. മാനേജ്മെന്റ് ആദ്യം ഉറപ്പ് വരുത്തണം ഒപ്റ്റിമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. എന്തൊക്കെയാണ് ഒപ്റ്റിമായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, ഓൺലി ടൈം, ഓൺലി മണി, ഓൺലി മെഷീൻ, ഓൾ അവൈലബിൾ റിസോഴ്സസ്. എല്ലാം ആക്ച്വലി all are important. അതായത് time, money and mesh is very important. So option D is the answer, that is all available resources. Okay, next ആണ് good management leads to lack of motivation, employee dissatisfaction, organization growth and development, increase in internal conflict. So good management എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, organization growth and development ആണ്. Okay, next ആണ് management helps in adapting to outdated systems, technological and market changes, irregular working hours, laziness. സോ എന്തായിരുന്നു, മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അഡാപ്റ്റിംഗ് ടു, നമ്മൾ അഡാപ്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് എടുക്കുന്ന സമയത്ത്. എന്തിനാ അഡാപ്റ്റ് ആയിരിക്കണം, ചേഞ്ചസിന്. സോ ടെക്നോളജിക്കൽ ആൻഡ് മാർക്കറ്റ് ചേഞ്ചസ്. സോ എന്തായിരുന്നു, ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഹാസ് നോ റോൾ ഇൻ ഇന്നോവേഷൻ, മാനേജ്മെന്റ് ഹെൽപ്സ് ഇംപ്രൂവ് ഡിസിപ്ലിൻ ആൻഡ് മോട്ടിവേഷൻ, management slow down business operations, management only benefit top level employees. So എന്തായിരുന്നു ആൻസർ, മാനേജ്മെന്റ് ഹെൽപ്സ് ഇംപ്രൂവ് ഡിസിപ്ലിൻ ആൻഡ് മോട്ടിവേഷൻ. സോ ഇതിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ മെയിൻ ട്രൂ എന്ന് പറയുന്നത് ഒന്നാണ്, എന്തായിരുന്നു, മാനേജ്മെന്റ് ഹെൽപ്സ് ഇംപ്രൂവ് ഡിസിപ്ലിൻ ആൻഡ് മോട്ടിവേഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് വൈ ഈസ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ എനി ഓർഗനൈസേഷൻ. എന്തുകൊണ്ടാണ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻറ്റ് ഓർഗനൈസേഷനിൽ, ടു ഇൻക്രീസ് കോൺഫ്ലിക്റ്റ്, to encourage unorganized behavior, to direct efforts towards common goals, to ignore customer needs. So എന്തായിരുന്നു, to direct efforts towards common goals, option C. Okay, സോ അതുകൊണ്ടാണ് എന്ത്, മാനേജ്മെന്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യുക, എല്ലാവരുടെ എഫേർട്ടും നീഡഡ് ആണ് ഗോൾ അറ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ആണ് which of the following is the first function of management. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ, കൺട്രോളിംഗ്, ഡയറക്റ്റിംഗ്, പ്ലാനിംഗ്, ഓർഗനൈസേഷൻ. അതായത് ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ആണ് അറേഞ്ചിങ് പീപ്പിൾ ആൻഡ് റിസോഴ്സസ് ടു വർക്ക് എഫിഷ്യൻ്റ്ലി ഈസ് കോൾഡ്. എന്തായിരുന്നു, കൺട്രോളിംഗ്, ഓർഗനൈസിങ്, പ്ലാനിംഗ്, ഡയറക്റ്റിംഗ്. ദാറ്റ് ഈസ് ആൻസർ എന്ന് പറയുന്നത് പീപ്പിളിനെ അറേഞ്ച് ചെയ്യുക, റിസോഴ്സസ് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് എന്തായിരുന്നു, ഇറ്റ് ഈസ് കോൾഡ് ആസ് ഓർഗനൈസിങ്, ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ആണ് വിച്ച് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ഇൻവോൾവ്സ് മോണിറ്ററിംഗ് പെർഫോമൻസ് ആൻഡ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്. ഞാൻ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞ ഓരോന്നും പറഞ്ഞ് മനസ്സിലാക്കി വെക്കേണ്ടതാണെന്ന്, പഠിച്ച് മനസ്സിലാക്കേണ്ടതാണെന്ന്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, പ്ലാനിംഗ്, കൺട്രോളിംഗ്. ദാറ്റ് ഈസ് എന്തായിരുന്നു ആൻസർ, ഓപ്ഷൻ ഡി, കൺട്രോളിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് സെലക്ടിംഗ് ദ റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ് ഈസ് എ പാർട്ട് ഓഫ് വിച്ച് ഫംഗ്ഷൻ. ഒരു റൈറ്റ് പേഴ്സൺ റൈറ്റ് ജോബിനെ ചൂസ് ചെയ്യുക, അത് ഏത് ഫംഗ്ഷൻ ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ലീഡിംഗ്, പ്ലാനിംഗ്. എന്തായിരുന്നു, ഓപ്ഷൻ ബി, സ്റ്റാഫിംഗ്. നെക്സ്റ്റ് ആണ് ഡയറക്റ്റിംഗ് ഇൻക്ലൂഡ്സ് വിച്ച് ആർ ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്, ബഡ്ജറ്റിംഗ്, മോട്ടിവേഷൻ ആൻഡ് സൂപ്പർവിഷൻ, ഓഫീസ് മെയിൻ്റനൻസ്, ബൈയിങ് റിസോഴ്സസ്. ഡയറക്റ്റിംഗിൽ ഏതാ ഉണ്ടാവുക, ഏത് ആക്ടിവിറ്റീസ് ഉണ്ടാവും, ദാറ്റ് ഈസ് മോട്ടിവേഷൻ ആൻഡ് സൂപ്പർവിഷൻ. നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ്, പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, കൺട്രോളിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്തല്ല, മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ അല്ല. ഓക്കെ, മാനേജ്മെന്റ് ഫംഗ്ഷൻ പറയുമ്പോൾ എന്താ, പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, കൺട്രോളിംഗ്, ഡയറക്റ്റ് ഇതൊക്കെയാണ്. സോ കൺട്രോളിംഗ് ഈസ് പെർഫോംഡ് ടു, കൺട്രോളിംഗ് എന്തിനാ പെർഫോം ചെയ്യുന്നത്, that is fire employees,
കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് പ്ലാൻസ്, അവോയ്ഡ് പ്ലാനിങ്, ഇൻക്രീസ് എക്സ്പെൻസ്. എന്തിനാണ് നമ്മൾ കൺട്രോളിങ് പെർഫോം ചെയ്തിരിക്കുന്നത്? ദാറ്റ് ഈസ് ആക്ച്വൽ പെർഫോമൻസ് പ്ലാനും കൂടെ കമ്പയർ ചെയ്യാനാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ആണ്, വിച്ച് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് എൻഷുർ എംപ്ലോയി ആർ പ്രോപ്പർലി ഗൈഡഡ് ആൻഡ് മോട്ടിവേറ്റഡ്? സോ ഏത് മാനേജ്മെന്റ് ഫംഗ്ഷൻസിലാണ് ഉറപ്പ് വരുത്തേണ്ടത് എംപ്ലോയിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യേണ്ടത്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്? ദാറ്റ് ഈസ് പ്ലാനിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, കൺട്രോൾ. ഇറ്റ്സ് ഓപ്ഷൻ ബി, ഡയറക്റ്റിംഗ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് പറഞ്ഞു, ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ഗൈഡ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക എന്നുള്ളത്. സോ ഓപ്ഷൻ ബി, ഡയറക്റ്റിംഗ് ഇസ് ആൻസർ. നെക്സ്റ്റ് ആണ്, ദ ഫംഗ്ഷൻ ദാറ്റ് പ്രൊവൈഡ് ദ ഫൗണ്ടേഷൻ ഫോർ ഓൾ അതർ ഫംഗ്ഷൻ. എന്താണ്? കൺട്രോളിങ്, പ്ലാനിങ്, സ്റ്റാഫിംഗ്, ഓർഗനൈസിങ്. ഈ ഫംഗ്ഷനിലൂടെയാണ് ഫൗണ്ടേഷൻ, ബേസ് എന്ന് പറയുന്നത് തന്നെ എല്ലാ ഫംഗ്ഷൻ്റെയും. എന്തായിരുന്നു? ഓപ്ഷൻ ബി, പ്ലാനിങ്. ഓക്കെ. നെക്സ്റ്റ് ആണ്, ദ പ്രോസസ് ഓഫ് റിക്രൂട്ടിംഗ്, ട്രെയിനിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ വർക്ക് ഫോഴ്സ് ഈസ് കോൾഡ്. ഒരു റിക്രൂട്ട് ചെയ്യുക, അതേപോലെ ട്രെയിൻ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് എന്തായിരുന്നു? മെയിൻ ആയിട്ട് ആൻസർ ഓപ്ഷൻ സി, സ്റ്റാഫിംഗ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഓർഗനൈസിങ്, ബി ലീഡിങ്, സി സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്. എന്തായിരുന്നു? സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിങ്ങിന്റെ മെയിൻ എന്താണെന്ന് പറയുന്നത് എന്താ? കറക്റ്റായിട്ട് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക, ട്രെയിൻ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് കാൾഡ് സ്റ്റാഫിംഗ്. ഓക്കെ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? രേഷ്മ, സുഗത, ഗായു, ഇർഫാന, അശ്വതി, സുഗത. ഓക്കെ, എല്ലാവരും ചെയ്യാം കേട്ടോ. വെരി ഗുഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുമിച്ച് ചെയ്ത് വന്നാൽ നിങ്ങൾ അങ്ങനെ ഒരുമിച്ച് തന്നെ പ്രാക്ടീസ് ആവും. അതാണ് ഒരുമിച്ച് തന്നെ ആൻസർ ചെയ്ത് വന്നോളൂ എന്ന് പറഞ്ഞത്. ഓക്കെ. 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 സോ ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ. രേഷ്മ, രശ്മി. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ഗായു. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുത്തത് മാനേജ്മെന്റ് മീനിങ്, ഡെഫിനിഷൻ, ഇമ്പോർട്ടൻസ്, ഫങ്ഷൻസ്, 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ. സോ നാളത്തെ നമ്മുടെ ക്ലാസ് എടുക്കുന്നതിന് മുന്നേ തന്നെ ഈ 30 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത 30 ക്വസ്റ്റ്യൻസ് ഫുള്ളായിട്ട് ഒന്നുകൂടെ നോക്കുക. അതിന് മുന്നേ നോട്ട്സും കാര്യങ്ങളും നോക്കുക. ഓക്കെ. സോ ഇപ്പം തുടങ്ങി തന്നെ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ. സോ ഇപ്പം തന്നെ വിഷിങ് ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായി പഠിക്കുക. ഓക്കെ. സോ താങ്ക് യു ഓൾ. നാളെ നമ്മുടെ കറക്റ്റ് ക്ലാസ് ടൈമിൽ തന്നെ എല്ലാവരും വരിക. ഓക്കെ. താങ്ക് യു. ഓക്കെ ഗായു. രശ്മി, ഗായു, അശ്വതി, പാർവതി. ഓക്കെ. താങ്ക് യു. ഓക്കെ. ഓക്കെ രമ്യ.